മൂകം കരോതി വാചാലം പങ്കും ലംഘേതേ ഗിരിം യത്കൃപാതമഹം വന്ദേ ശ്രീഗുരുദീനതാരിണം പരമാനന്ദമാധവം ശ്രീ ചൈതന്യമേശ്വരം. ഹരേ കൃഷ്ണ. ഗുരവേ ഗൗരചന്ദ്രായ രാധികായ തദാലയെ കൃഷ്ണായ കൃഷ്ണഭക്തായ തദ്ഭക്തായ നമോ നമഃ. എല്ലാ പ്രിയപ്പെട്ട ഭക്തർക്കും എൻ്റെ വിനീതമായ സാഷ്ടാംഗ പ്രണാമം. നമ്മൾ ഇന്നലെ ഗ്രന്ഥര ശ്രീമദ് ഭാഗവതം പ്രഥമസ്കന്ധം ആദ്യത്തെ അധ്യായത്തിലെ ശ്ലോകം 4ഉം 5ഉം നമ്മൾ ഇന്നലെ പഠിച്ചു. 6ാമത്തെ ശ്ലോകം മുതലാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. അപ്പോൾ നൈമിഷാരണ്യത്തിൽ ആണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. നൈമിഷാരണ്യത്തിൽ ശൗനകാദി ഋഷികൾ, ശൗനക ഋഷിയും അദ്ദേഹത്തിൻ്റെ കൂടെ വേറെ ഋഷിവര്യന്മാരുണ്ട്. ആ ഋഷിവര്യന്മാരുടെയൊക്കെ സീനിയർ അല്ലെങ്കിൽ അവിടുത്തെ ഹെഡാണ് ശൗനക ഋഷി. അപ്പോൾ ഇവിടെ അദ്ദേഹത്തെ ആ ഋഷിമാരെ അഭിസംബോധന ചെയ്യുന്നത് ശൗനക ആദി ഋഷി. ആദി എന്ന് പറഞ്ഞാൽ എക്സിട്ര ഇംഗ്ലീഷിൽ പറയുന്ന പോലെ ശൗനക ഋഷികളും മറ്റുള്ള ഋഷിമാരും. അവർ നൈമിഷാരണ്യത്തിൽ 1000 വർഷം നീളുന്ന യജ്ഞം ചെയ്യുന്നു. യജ്ഞം ചെയ്യുന്നത് ആർക്ക് വേണ്ടിയിട്ടാണ്? ഭഗവാന്റെ സംതൃപ്തിക്കായി, ഭഗവാന്റെ സന്തോഷത്തിനും ഭഗവാന്റെ ഭക്തർക്ക് വേണ്ടിയും. സംസിദ്ധിർ ഹരിതോഷണം, നമ്മൾ ആ ശ്ലോകവും പഠിക്കും ഭാഗവതത്തിൽ ഇനി മുന്നോട്ട്. സംസിദ്ധി ഹരിതോഷണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം ഭഗവാന്റെ സന്തോഷത്തിനായിരിക്കണം ചെയ്യേണ്ടത് എന്നുള്ളത്. അതാണ് 4ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ കണ്ടത്. 5ാമത്തെ ശ്ലോകത്തിൽ അങ്ങനെ ഇരിക്കെ എന്താണ് സംഭവിക്കുന്നത്? അവിടെ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അവിടെ കടന്നു വരുന്നു. ശ്രീലസൂത ഗോസ്വാമി ആ ഋഷിവര്യന്മാരുടെ സഭയിലേക്ക്, ആ യജ്ഞം നടക്കുന്ന നൈമിഷാരണ്യത്തിലെ ആ ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം വരുന്നു. അദ്ദേഹം വന്ന ഉടനെ എന്ത് ചെയ്യുന്നു? ശൗനകാദി ഋഷികൾ അദ്ദേഹത്തിന് ഇരിക്കാൻ വേണ്ടി വ്യാസാസനം ഓൾറെഡി അവിടെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ആ വ്യാസാസനത്തിലേക്ക് ശ്രീലസൂത ഗോസ്വാമിയെ ക്ഷണിക്കുന്നു. വളരെ ആദരവോടുകൂടി, ബഹുമാനത്തോടുകൂടി അവർ അദ്ദേഹത്തെ സ്വീകരിക്കുന്നു. അവിടെ ഇരിക്കുവാൻ, വ്യാസാസനത്തിലിരിക്കുവാൻ അവർ അഭ്യർത്ഥിക്കുന്നു. അതിനുശേഷം വളരെ ആദരവോടുകൂടി, റെസ്പെക്റ്റോടുകൂടി ചോദ്യങ്ങൾ ചോദിക്കാൻ പോവുകയാണ് എന്നാണ് അങ്ങനെയാണ് നമ്മൾ കണ്ടത് 5ാമത്തെ ശ്ലോകത്തിൽ. ഇനി എന്താണെന്നും മുന്നോട്ട് എന്നുള്ളത് നമുക്ക് നോക്കാം. അപ്പോൾ കഴിഞ്ഞ ശ്ലോകങ്ങളിൽ നമ്മൾ പ്രധാനപ്പെട്ട ലെസൺസ് എല്ലാം പഠിച്ചു. പ്രഭാത സമയത്തുള്ള പ്രഭാത സമയത്തിൻ്റെ പ്രത്യേകത, അതായത് ബ്രഹ്മമുഹൂർത്തത്തിൻ്റെ പ്രത്യേകത പറഞ്ഞു. ആധ്യാത്മിക കാര്യങ്ങൾ ചെയ്യാൻ ഏറ്റവും നല്ല സമയമാണെന്നൊക്കെ പറഞ്ഞു. പിന്നീട് ഗോസ്വാമി എന്നുള്ള പേര് എന്താണ് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതൊക്കെ നമ്മൾ കണ്ടു. സൂത ഗോസ്വാമി വളരെ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്. ശുകദേവ് ഗോസ്വാമിയിൽ നിന്ന് നേരിട്ട് ശ്രീമദ് ഭാഗവതം അദ്ദേഹം കേട്ടു. പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് സൂത ഗോസ്വാമിയും ആ കൂട്ടത്തിലുണ്ടായിരുന്നു. അങ്ങനെയാണ് അദ്ദേഹം കേൾക്കുന്നത്. അതേ ഭാഗവതം തന്നെ സൂത ഗോസ്വാമി എന്താണോ അദ്ദേഹം കേട്ടത് അതിവിടെ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാൻ പോവാണ് ശൗനകാദി ഋഷികൾക്ക് അവരുടെ മുമ്പിലായി. ഇനി ചോദ്യം. ഇനി ഋഷിമാരെ ചോദ്യങ്ങൾ ചോദിച്ചു തുടങ്ങാൻ പോവാണ്. 6ാമത്തെ ശ്ലോകം നോക്കാം. ഋഷിയ ഊച്ചുഹു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ അഖ്യാതാനി അപി അധീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഓക്കെ, വിദ്യ ഗിരീഷ് മാതാജി ഉണ്ടോ? ശ്ലോകം വായിച്ചോളൂ. ഓക്കെ, ഇല്ലെങ്കിൽ ജ്യോതി ലക്ഷ്മി മാതാജി. കൃഷ്ണാജി ആരാ വായിക്കുന്നത്? ഓക്കെ, ഹരേ കൃഷ്ണ പ്രഭു. ഓക്കെ, ഒരു മിനിറ്റ്. വിദ്യാമാതാജി ഇവിടെ ഉണ്ട്. വിദ്യാമാതാജി ശ്ലോകം വായിച്ചോട്ടെ. അടുത്ത ആൾക്ക് പിന്നെ വായിക്കാം. യെസ്, അത് ശ്ലോകം വായിക്കൂ. ഹരിബോൾ പോയോ? ഹരേ കൃഷ്ണ. ഓക്കെ,
ഇല്ലെങ്കിൽ അടുത്ത ആൾ വായിക്കൂ. നേരത്തെ ആരായിരുന്നു? കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ദണ്ഡവത് പ്രണാമം. ഓം നമോ ഭഗവതി വാസുദേവായ. ഋഷയ ഊജു ത്വയാ ഖലു പുരാണാനി സേതിഹാസാനി ചാനഘ ആഖ്യാതാന്യപ്യതീതാനി ധർമ്മശാസ്ത്രാണി യാന്യുത. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. അടുത്ത ആൾക്ക് വിവർത്തനം വായിക്കാം. അൺമ്യൂട്ട് ആവുന്നില്ല. ഓക്കെ, വിദ്യ മാതാജി അൺമ്യൂട്ട് ആവുന്നില്ല. അറിയില്ല മാതാജി, ബാക്കി എല്ലാവർക്കും അൺമ്യൂട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ട്. ഒന്നുകൂടെ ലോഗ് ഔട്ട് ചെയ്ത് ലോഗിൻ ചെയ്ത് നോക്കൂ. ഓക്കെ, ശ്ലോകം വിവർത്തനം ആർക്കെങ്കിലും വായിക്കാം? ഹരേ കൃഷ്ണ പ്രഭു. വായിച്ചോളൂ. കേൾക്കുന്നില്ല. ഋഷിമാർ പ്രകാരം അരുളി ചെയ്തു. ആദരണീയനായ സൂത്ര ഗോസ്വാമി, അങ്ങ് സർവ പാപങ്ങളിൽ നിന്നും വിമുക്തനും ഉചിതമായ മാർഗനിർദ്ദേശത്തിൽ അഭ്യസിക്കുകയാൽ സകല ധർമ്മശാസ്ത്രങ്ങളിലും പുരാണങ്ങളിലും ഇതിഹാസങ്ങളിലും സുഗ്രാഹ്യമുള്ളവനുമാണ്. മാത്രവുമല്ല, അവയെയൊക്കെ അങ്ങ് വർണ്ണിക്കുകയും ചെയ്തിട്ടുണ്ട്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഹരേ കൃഷ്ണ. ഇവിടെ 6ാമത്തെ ശ്ലോകത്തിൽ നമ്മൾ എന്താണ് കാണുന്നത്? ശൗനക ഋഷി അവർ പറഞ്ഞു തുടങ്ങുവാണ്. ഇനി ഇവിടെ 6, 7, 8 3 ശ്ലോകങ്ങളിൽ സൂത ഗോസ്വാമിയുടെ സവിശേഷതകൾ അല്ലെങ്കിൽ സൂത ഗോസ്വാമിയുടെ ക്വാളിറ്റീസാണ് പറയുന്നത്. ശരിക്കും പറയുകയാണെങ്കിൽ ശൗനകാദി ഋഷികൾ സൂത ഗോസ്വാമിയെ സ്തുതിക്കുന്നു ഈ 3 ശ്ലോകങ്ങളിൽ. അദ്ദേഹത്തിൻ്റെ സവിശേഷതയെക്കുറിച്ച്, അതായത് സവിശേഷമായിട്ടുള്ള ക്വാളിറ്റികളെല്ലാം, അദ്ദേഹം ആരാണ്, അദ്ദേഹം എത്ര ശുദ്ധനാണ് എന്നുള്ളതാണ് അവർ പറയുന്നത്. അപ്പോൾ സ്തുതിയാണ് നടക്കുന്നത്. സൂത ഗോസ്വാമിയെ സ്തുതിക്കുന്നു ശൗനകാദി ഋഷികൾ. ഈ ശ്ലോകത്തിൽ നമ്മൾ കണ്ടു, ഇവിടെ എന്താണ് പറയുന്നത്? ത്വയാ ഖലു പുരാണാനി. ഇവിടെ പറയുന്നു, സൂത ഗോസ്വാമിയോട് ബഹുമാനത്തോടു കൂടി പറയുവാണ്. ഇവർ പറയുന്നു, സ്തുതിച്ചുകൊണ്ട് പറയുന്നു, അങ്ങ് സേതി ഹാസാനി ചാനഘ. അനഘ എന്ന് പറയുന്നത് ഒരു ക്വാളിറ്റിയാണ്. സൂത ഗോസ്വാമിയുടെ ഒരു ക്വാളിറ്റി പറയുന്നു. എന്ത് അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ പാപങ്ങളിൽ നിന്നും പാപങ്ങൾ തീണ്ടാത്ത വ്യക്തി, അല്ലെങ്കിൽ ഒരു പാപവും അദ്ദേഹത്തിൻ്റെ അക്കൗണ്ടിൽ ഇല്ലാത്ത വ്യക്തി. നമ്മുടെ ഉള്ളിൽ പാപങ്ങളേ ഉള്ളൂ. പാപങ്ങൾ, നേരത്തെ ചെയ്തിട്ടുള്ള പാപങ്ങളും, അല്ലെങ്കിൽ അതുകൊണ്ട് ഒരുപാട് അനർത്ഥങ്ങളും നമ്മുടെ ഉള്ളിലുണ്ട്, അല്ലേ? ഇപ്പോൾ പാപകർമ്മങ്ങൾ ചെയ്തതിൻ്റെ ഫലവും നമ്മൾ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നു, ഇനിയും അനുഭവിക്കാനുണ്ടാവും. എന്നാൽ സൂത ഗോസ്വാമി എങ്ങനെയല്ല, ഇതിൽ നിന്നെല്ലാം മുക്തനായിട്ടുള്ള വ്യക്തി, അതായത് ഒരു പാപവും അദ്ദേഹത്തിൽ ഇല്ലാത്ത ശുദ്ധനായിട്ടുള്ള വ്യക്തി. പിന്നെ പറയുന്നു, രണ്ടാമത്തെ ക്വാളിറ്റി പറയുന്ന എന്താണെന്ന് വെച്ചാൽ, ഇവിടെ അതീതാനി ആഖ്യാതാനി. ആ ശ്ലോകത്തിൽ നോക്കൂ. ശ്ലോകത്തിലെ ഞാൻ വാക്കുകളാണ് പറയുന്നത്. അനഘ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാപങ്ങൾ ഇല്ലാത്ത എന്ന അർത്ഥം വരുന്നു. അതീതാനി ആഖ്യാതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങളിൽ നിപുണനാണ് അദ്ദേഹം. ശാസ്ത്രങ്ങളെല്ലാം അദ്ദേഹത്തിന് വളരെ നന്നായിട്ട് അറിയാം. പ്രത്യേകിച്ച് പുരാണങ്ങളും ഇതിഹാസങ്ങളും എല്ലാം തന്നെ അദ്ദേഹത്തിന് നല്ലവണ്ണം അറിയാവുന്ന വ്യക്തിയാണ്, നിപുണനാണ് അദ്ദേഹം. മാത്രമല്ല അത് നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കാനും അറിയാം അദ്ദേഹത്തിന്. അദ്ദേഹത്തിന് അറിയാമെന്നുള്ളത് മാത്രമല്ല, അറിയുന്ന കാര്യം പറയുവാനും അറിയാം. അതാണ് ക്വാളിറ്റി പറയുന്നത്. 2 കാര്യം, അതീതാനി ആൻഡ് ആഖ്യാതാനി. അനഘ, അതീതാനി, ആഖ്യാതാനി. ഇതാണ് 2 ക്വാളിറ്റികൾ ഇവിടെ പറയുന്നത്. ഇനി ബാക്കിയുള്ള ശ്ലോകങ്ങളിലും അതിനെക്കുറിച്ച് അടുത്ത ക്വാളിറ്റീസ് പറയുന്നുണ്ട്. ഇവിടെ പറയുന്നത് 2 കാര്യമാണ്. 7ാമത്തെ ശ്ലോകത്തിൽ ഇനി വേറെ കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഇത് 2 നമ്മൾ നോട്ട് ചെയ്ത് വെക്കുക. ശ്രീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ എന്ത് പറയുന്നു നോക്കാം. ശ്രീലപ്രഭുപാദ് പറയുന്നു, ഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ സൂത ഗോസ്വാമിയാണ് ഇവിടുത്തെ ഹീറോ, ഇപ്പോഴത്തെ ഹീറോ. ശ്രീല വ്യാസദേവൻ്റെ പ്രതിനിധിയാണ്. നമ്മൾ ഇന്നലെ പറഞ്ഞു അതിനെക്കുറിച്ച്. വ്യാസാസനത്തിലിരുന്ന് ഭാഗവതം പറയുന്ന വ്യക്തി
വ്യാസദേവൻ്റെ പ്രതിനിധിയാണ് എന്നുള്ളത്. അതുകൊണ്ട് എല്ലാവിധ ബഹുമാനം കൊടുക്കണമെന്നുള്ളത് അല്ലേ. അപ്പോൾ ഇവിടെ പറയുന്നത് ഗോസ്വാമി അല്ലെങ്കിൽ വ്യാസദേവൻ്റെ പ്രഭാത് പറയുന്നത് അങ്ങനെയാണ്. ഗോസ്വാമി അല്ലെങ്കിൽ വ്യാസദേവൻ്റെ പ്രതിനിധികൾ ആരാണോ അവർ എല്ലാവിധ പാപങ്ങളിൽ നിന്നും മുക്തരായിട്ടുള്ളവരായിരിക്കണം. പാപങ്ങൾ ചെയ്യാത്തവരോ അല്ലെങ്കിൽ പാപങ്ങൾ തീണ്ടാത്തവരോ അല്ലെങ്കിൽ അതിൽ ഒട്ടും പോലും ഇല്ലാത്ത ആളായിരിക്കണം എന്നുള്ളത്. കംപ്ലീറ്റ്ലി അതിൽ നിന്ന് ഫ്രീ ആയിട്ടുള്ള വ്യക്തിയായിരിക്കണം എന്ന് പറയുന്നു. പ്രഭു ഈ രണ്ട് കാര്യം നോട്ട് ചെയ്യാൻ പറഞ്ഞ എന്താണ് പ്രഭു? ഹരേ കൃഷ്ണ. ഞാൻ 2 പ്രാവശ്യം പറഞ്ഞില്ലേ മാതാജി, കേട്ടില്ല? അനഘ പറഞ്ഞു, ആ പിന്നെ ആഖ്യാതാനിയാണ്, അത് രണ്ടും അതീതാനി ആഖ്യാതാനി. യെസ്. അതിതാനി. അതിതാനി ഒന്നുകൂടെ പറഞ്ഞ പ്രഭു. അതീതാനി ആഖ്യാതാനി. അതീതാനി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശാസ്ത്രങ്ങൾ നന്നായി വായിച്ചു നല്ല മനസ്സിലാക്കിയിട്ടുള്ള വ്യക്തിയാണ് എന്ന്. ആഖ്യാതാനി എന്ന് പറഞ്ഞാൽ അത് നല്ല രീതിയിൽ പറയാനും അറിയാം അദ്ദേഹത്തിന്. ശരി പ്രഭു. ഹരേ കൃഷ്ണ. ഓക്കെ. ഇവിടെ പറയുന്നു, ശീലപ്രഭുപാജി പറയുന്നു, എന്താണ് പാപങ്ങൾ എന്നുള്ളത്. കലിയുഗത്തിലെ പ്രധാനപ്പെട്ട അല്ലെങ്കിൽ ഏറ്റവും വലിയ പാപങ്ങൾ ആണ് 4 കാര്യങ്ങൾ. ആ 4 കാര്യങ്ങളാണ് നമ്മൾ ഇവിടെ ഹരേകൃഷ്ണ പ്രസ്ഥാനത്തിൽ വന്നതിന് ശേഷം നമ്മൾ റെഗുലേറ്ററി പ്രിൻസിപ്പിൾസ് ആയിട്ട് അല്ലെങ്കിൽ യമനിയമങ്ങളായിട്ട് പാലിക്കുന്ന കാര്യങ്ങൾ. 4 കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്കറിയാം. അവിഹിത ബന്ധം, അതേപോലെ മൃഗങ്ങളെ കശാപ്പ് ചെയ്യുന്നതും കഴിക്കുന്നതും, അതേപോലെ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നത്, അതേപോലെ ചൂത് അല്ലെങ്കിൽ ഗാംബ്ലിംഗ് എന്നുള്ളതും. ഈ 4 കാര്യവും നിഷിദ്ധമാണ്. കലിയുഗത്തിൽ ആളുകൾ ഇതെല്ലാം ചെയ്യുന്നു, അത് വേറെ കാര്യം. പക്ഷേ ശാസ്ത്രങ്ങളിൽ ഭാഗവതത്തിൽ തന്നെ എടുത്തു പറഞ്ഞിട്ടുണ്ട് കലിയുടെ ഒരു ലക്ഷണമാണിത്. നമ്മൾ 17-ാമത്തെ അധ്യായത്തിൽ ഈ ആദ്യത്തെ സ്കന്ധത്തിൽ തന്നെ നമ്മൾ കാണുന്നു ഇതിനെക്കുറിച്ച്. കലി എന്ന് പറയുന്ന വ്യക്തി പരിശുദ്ധ മഹാരാജവും അദ്ദേഹം തമ്മിലുള്ളൊരു സംവാദമുണ്ട്. അവിടെ നമ്മൾ കാണാം. കലി ഇരിക്കുന്ന 4 സ്ഥലങ്ങളാണ് ഈ 4 സ്ഥലങ്ങൾ. പ്ലസ് ഒരു സ്ഥലം കൂടെ ഉണ്ട്, സ്വർണം അല്ലെങ്കിൽ ഒരുപാട് സമ്പത്ത്, അത് അവിടെയും കലിയിരിക്കുന്നു. അപ്പോൾ ശരിക്കും പറയുകയാണെങ്കിൽ 5 സ്ഥലത്താണ് കലിയിരിക്കുന്നത്. കാര്യം പരീക്ഷിത് മഹാരാജാവിൻ്റെ അത് നമ്മൾ അവിടെ പഠിക്കാം എന്നുള്ളത് ശരിയാണ്. പക്ഷെ എന്നാലും ചെറിയൊരു കണക്ഷൻ പറയുകയാണെങ്കിൽ പരീക്ഷിത് മഹാരാജാവ് രാജ്യം ഭരിക്കുന്ന കാലത്ത് അദ്ദേഹം വേഷം മാറി രാജ്യത്തിലൂടെ എങ്ങനെ പല സ്ഥലങ്ങളിലും സഞ്ചരിക്കും. എങ്ങനെയാണ് ആളുകളുടെ ക്ഷേമം അന്വേഷിക്കാൻ വേണ്ടി, എന്തെങ്കിലും തെറ്റായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നുണ്ടോ അതൊക്കെ തടയാൻ വേണ്ടിയിട്ട്. അപ്പോൾ അദ്ദേഹം ഒരു ദിവസം പോകുന്ന സമയത്ത് കുതിരപ്പുറത്ത് പോകുന്ന സമയത്ത് ഒരു വ്യക്തിയെ കാണുന്നു. രാജാവിൻ്റെ വേഷം ധരിച്ചിട്ടുള്ളൊരു ശൂദ്രൻ അദ്ദേഹം പശുവിനെ കാളയും ഉപദ്രവിക്കുന്നത് കാണുന്നു. അപ്പോൾ അത് കാണുമ്പോൾ പരീക്ഷിത് മഹാരാജാവിന് മനസ്സിലായി. അദ്ദേഹം അവിടെ നിൽക്കുന്നു, നിർത്തി ഉടനെ തന്നെ പുറത്ത് വന്ന് ഇദ്ദേഹത്തെ വധിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി വാളെടുക്കും. കാര്യം പശുവിനെയും കാളയും ഉപദ്രവിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ധർമ്മത്തെ ഇല്ലാതാക്കുന്നതിന് തുല്യമാണ് അല്ലേ. അപ്പോൾ അത് പരീക്ഷിത് മഹാരാജാവ് സഹിക്കാൻ സാധിച്ചില്ല. അദ്ദേഹം ഉടനെ തന്നെ ആക്ഷൻ എടുക്കാൻ പോയതാണ്. പക്ഷെ ആ സമയത്ത് ഈ വ്യക്തി, രാജാവിൻ്റെ വേഷം ധരിച്ചിട്ടുള്ള ആ വ്യക്തി പരീക്ഷിത് മഹാരാജൻ്റെ കാൽക്കൽ വീഴുന്നു. പരീക്ഷിത് മഹാരാജ് ചോദിക്കും നീ ആരാണെന്നുള്ളത്. അപ്പോഴാണ് പറയുന്നത് കലിയാണെന്ന്. അപ്പോൾ കലിയുഗം പരീക്ഷിത് മഹാരാജാവ് ഭരിക്കുന്ന സമയം ദ്വാപരയുഗം കഴിഞ്ഞ് കലിയുഗം തുടങ്ങുന്ന ഒരു സന്ധി സമയത്താണ് നടക്കുന്നത്. പരീക്ഷിത് മഹാരാജാവ് കലിയുഗം തുടങ്ങാറില്ല. നമുക്കറിയാം ഭഗവാൻ കൃഷ്ണൻ്റെ തന്നെ ലീലകൾ നടക്കുന്നത് ദ്വാപരയുഗത്തിൻ്റെ അവസാന ഭാഗത്താണ് ശരിക്കും. അപ്പോൾ അത് കഴിഞ്ഞ് ഉടനെ തന്നെ പരീക്ഷിത് മഹാരാജാവ് ഭരണത്തിൽ വരുന്നു. അതിനുശേഷം പിന്നെ കുറച്ച് കഴിയുമ്പോൾ കലിയുഗം ആരംഭിക്കുന്നു. അപ്പോൾ കലി ഓൾറെഡി അവിടെ എൻ്ററായി തുടങ്ങിയിട്ടുണ്ട്. പരീക്ഷിത് മഹാരാജാവിൻ്റെ പാദങ്ങളിൽ നമസ്കരിച്ചു അദ്ദേഹം. കീഴടങ്ങിയത് കൊണ്ട് പരീക്ഷിത് മഹാരാജാവ് അദ്ദേഹത്തെ കൊന്നില്ല. അത് ഒരു സദാചാരമാണ് രാജാവിനെ സംബന്ധിച്ച്. ആരെങ്കിലും കീഴടങ്ങുവാണെങ്കിൽ ഒന്നും ചെയ്യാൻ പാടില്ല എന്നുള്ളത്, കൊല്ലാൻ പാടില്ല. അപ്പോൾ അദ്ദേഹം കാലിൽ വീണു. അദ്ദേഹം പറഞ്ഞു ഞാൻ ആരാണെന്ന് ചോദിച്ചപ്പോൾ ആളാരാണെന്ന് പറയുകയും ചെയ്തു. പരീക്ഷിത് മഹാരാജ് ചോദിച്ചു എൻ്റെ രാജ്യത്ത് നിനക്കെന്താണ് ജോലി ഇവിടെ? എൻ്റെ രാജ്യത്ത് നീ പാടില്ല. എൻ്റെ രാജ്യം എന്ന് പറഞ്ഞാൽ അന്ന് ലോകം മുഴുവനും ഭരിച്ചിരുന്നു പരീക്ഷിത് മഹാരാജാവ്. ഇന്ത്യ മാത്രമല്ല, ലോകം മുഴുവനും പരീക്ഷിത് മഹാരാജാവിൻ്റെ കീഴിലായിരുന്നു. അപ്പോൾ കലി പറഞ്ഞു എനിക്ക് വേറെ എവിടെയും പോകാനില്ല, എനിക്ക് എവിടെയെങ്കിലും അഭയം പ്രാപിക്കാൻ വേണ്ടി സ്ഥലം വേണം എന്ന് പറയും.
പരീക്ഷിത് മഹാരാജ പറഞ്ഞു, എൻ്റെ രാജ്യത്ത് എന്തായാലും നിനക്ക് സാധിക്കില്ല, ഞാനിവിടെ ഭരിക്കുന്നിടത്തോളം കാലം ഈ ലോകത്ത് നിനക്ക് ഒരു സ്ഥാനവും തരാൻ പറ്റില്ല. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അങ്ങനെ എനിക്ക് എവിടെയെങ്കിലും അഭയം പ്രാപിച്ചേ പറ്റൂ. അപ്പോൾ പരീക്ഷിത് മഹാരാജ പറയും, ഈ 4 സ്ഥലങ്ങളിൽ പൊക്കോളാൻ പറയും. എവിടെയാണോ അവിഹിതമായിട്ടുള്ള കാര്യങ്ങൾ നടക്കുന്നത്, എവിടെയാണോ ഈ പറയുന്ന 4 തെറ്റായിട്ടുള്ള പാപങ്ങൾ നടക്കുന്നത് എന്താണെന്ന് നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഈ പറയുന്ന സ്ഥലങ്ങളിലും കൂട്ടത്തിൽ പറയുന്നു സമ്പത്ത് എവിടെയാണോ, സ്വർണം, സമ്പത്ത്, അങ്ങനെയുള്ള കാര്യം അവിടെയും കള്ളത്തരവും ചതിയും ഒക്കെ ഉണ്ടാവും അല്ലേ. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഈ 5 സ്ഥലങ്ങളിൽ നോക്കിക്കഴിഞ്ഞാൽ അവിടെ വളരെ കംപ്ലീറ്റ്ലി കലിയുടെ ഒരു പ്രഭാവമാണ് കാണുന്നത്. എന്നാൽ ഒന്ന് ആലോചിച്ച് നോക്കൂ പ്രിയപ്പെട്ട ഭക്തരെ, ഒന്ന് ആലോചിച്ച് നോക്കൂ, ഈ ലോകത്തിലെ ആളുകൾ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത്, നമ്മൾ ഇന്ന് ഭഗവാന്റെ കൃപ കൊണ്ട്, പ്രഭുപാദിൻ്റെയും ആചാര്യന്മാരുടെ കൃപ കൊണ്ട് എങ്ങനെയോ നമ്മളിവിടെ എത്തിപ്പെട്ടു. ഇല്ലെങ്കിൽ നമ്മളും ഈ കൂട്ടത്തിൽ കൂടി നടക്കുന്ന ആൾക്കാരായിരുന്നു. ഇതിൽ 4 ചെയ്യുന്നോ, അല്ലെങ്കിൽ 1 ചെയ്യുന്നോ, 2 ചെയ്യുന്നോ, 3 ചെയ്യുന്നോ, 4 ചെയ്യാം, അറിയില്ല. അപ്പോൾ നമ്മൾ തോന്നുമോ, ഇല്ല, ഞാൻ ഈ ജന്മത്തിൽ ഒന്നും ചെയ്തിട്ടില്ല, തെറ്റുകളൊന്നും ചെയ്തിട്ടില്ല, ഞാൻ ബ്രാഹ്മണ കുടുംബത്തിൽ ജനിച്ചു, അല്ലെങ്കിൽ അങ്ങനെയാണ്, ഞാൻ അറിഞ്ഞുകൊണ്ട് ഈ 4 ചെയ്തിട്ടില്ല എന്ന് നമ്മൾ പറയുമായിരിക്കും. ചിലപ്പോൾ അങ്ങനെയും ഉണ്ടാവും ആരെങ്കിലും. എന്നാലും ഓർക്കണം, ആദ്യമായിട്ടല്ല നമ്മൾ ഭൗതിക ലോകത്തിലിരിക്കുന്നത്. ഇതിനു മുമ്പ് എത്രയോ ജന്മങ്ങൾ നമ്മളെടുത്തു, എത്രയോ മനുഷ്യജന്മങ്ങൾ തന്നെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലോകത്ത് ഒരാൾ പോലും ഉണ്ടാവില്ല ഇത് ചെയ്യാത്തവർ. തീർച്ചയായിട്ടും ഇന്നല്ലെങ്കിൽ ഏതെങ്കിലും ജന്മത്തിൽ, ഈ ജന്മത്തിലല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ജന്മത്തിൽ 100% ഈ 4 നിയമങ്ങളും തെറ്റിച്ചിട്ടുണ്ടാവും. ഒരു സംശയവുമില്ല കാര്യത്തിൽ. നമ്മൾ ആരും വൈകുണ്ഠത്തു നിന്ന് വന്നിട്ടുള്ള ആളുകളല്ല. അതായത് നമ്മൾ ആരും ആധ്യാത്മിക ലോകത്തിൽ വീണവരല്ല, ഇവിടെ തന്നെ ഇരിക്കുന്നവരാണ്. അതുകൊണ്ട് എല്ലാ തെറ്റുകളും ചെയ്തിട്ടുള്ളവരാണ്. പക്ഷേ പ്രഭുപാദിൻ്റെയും ആചാര്യന്മാരുടെയും മഹാകൃപ കൊണ്ട്, ഗുരുജനങ്ങളുടെ കൃപ കൊണ്ട് നമ്മൾ ഇവിടെ എത്തിയിരിക്കുകയാണ്. പ്രഭുപാദ് വളരെ സ്ട്രിക്ട്ലി പറഞ്ഞു, ഈ 4 കാര്യങ്ങൾ നിഷിദ്ധമാണ്, കംപ്ലീറ്റ്ലി നിർത്തണം എന്ന് പറഞ്ഞു. പ്രഭുപാദ് പാശ്ചാത്യ രാജ്യത്തിൽ പോയപ്പോൾ, വെസ്റ്റേൺ കൺട്രിയിൽ പോയപ്പോൾ, അമേരിക്കയിൽ പോയപ്പോൾ, അമേരിക്കയിൽ ഇത് മാത്രമേ ഉള്ളൂ. ഈ 4 കാര്യങ്ങൾ അത് അവരുടെ ഒരു കൾച്ചറിൻ്റെ ഭാഗമാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇന്ന് നമ്മുടെ രാജ്യത്ത്, ഇന്ന് നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ഒരു കൾച്ചറിൻ്റെ ഭാഗമാണിത്. ലിവിങ് ടുഗദർ റിലേഷൻഷിപ്പ്, സ്ത്രീകളും അതായത് ആൺകുട്ടിയും പെൺകുട്ടിയും, അതൊരു കൾച്ചറായി മാറിക്കൊണ്ടിരിക്കുന്നു. അത് തെറ്റാണെന്ന് തോന്നുന്നില്ല ആളുകൾക്ക്. അപ്പോൾ അതൊരു ഉദാഹരണം പറഞ്ഞെന്ന് മാത്രം. പിന്നെ മത്സ്യമാംസം കഴിക്കുന്നത് അത് ജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. മദ്യം കഴിക്കുന്നതും ലഹരി കഴിക്കുന്നതും അച്ഛനും മക്കളും ഒരുമിച്ചിരുന്ന് കഴിക്കുന്ന ഒരു കാലഘട്ടമാണിന്ന്. പിന്നെ ജൂതുകളി, ലോട്ടറി ടിക്കറ്റ്, ഷെയർ മാർക്കറ്റ്, ഇതെല്ലാവരും ചെയ്യുന്നുണ്ട്. അപ്പോൾ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഇതൊരു കൾച്ചറിൻ്റെ ഭാഗമായി മാറി ഈ 4 തെറ്റായിട്ടുള്ള കാര്യങ്ങൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ. കലിയുഗത്തിൻ്റെ തുടക്കത്തിലാണ് നമ്മളിരിക്കുന്നത്. ഇനി എന്തായിരിക്കും അവസ്ഥ കുറച്ചുകൂടെ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ? അപ്പോൾ ഇവിടെ സൂതഗോസ്വാമിയുടെ ക്വാളിറ്റീസ് പറയുമ്പോൾ പ്രഭുപാദ് പറയുവാണ്, അങ്ങനെ വ്യാസാസനത്തിലിരിക്കുന്നൊരു വ്യക്തി അല്ലെങ്കിൽ ഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങളിൽ നിന്നും പുറത്തു വന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഇത് ഇന്നും തൊട്ട് തീണ്ടാത്ത ഒരു വ്യക്തിയായിരിക്കും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ആ സമയത്ത് നമുക്കും കൂടെ ഓർക്കാവുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം. എന്തുകൊണ്ട് ഇപ്പോൾ പ്രഭുപാദ്, ഞാൻ പറഞ്ഞൊരു പോയിന്റും കൂടെ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, പ്രഭുപാദ് ഈ പ്രചരണം തുടങ്ങിയ സമയത്ത് അവിടെ അമേരിക്കയിൽ പോയപ്പോൾ ഇത് എല്ലാം നടന്നുകൊണ്ടിരിക്കും അല്ലേ, ഇപ്പോഴും നടക്കുന്നു, അന്ന് അതിൻ്റെ ആ ഒരു തുടക്കമായിരുന്നു. അല്ലെങ്കിൽ അത്രയും ഹിപ്പി കൾച്ചർ വന്നിട്ടുള്ള സമയമായിരുന്നു. 1966, 65, 66 ആ സമയമൊക്കെ മഹാമോശമായിരുന്നു. ഒന്നിനും ഒരു റെസ്ട്രിക്ഷൻ ഇല്ലാത്തൊരു സമയം. ഇപ്പോൾ പോലീസും പട്ടാളവും ഒക്കെ ഉണ്ട് കുറച്ചെങ്കിലും. അന്ന് ഒന്നുമില്ല. അന്ന് ഇല്ല എന്നല്ല, അന്ന് അത്രയും വീക്കായിരുന്നു. എന്തും ആർക്കും ചെയ്യാന്നുള്ളൊരു ലൈസൻസ് ആയിരുന്നു. ആ സമയത്താണ് ഇദ്ദേഹം ഭാഗവതം കൊണ്ടും ഹരിനാമം കൊണ്ടും പോകുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കണം എത്ര റിസ്ക് എടുത്തിട്ടാണെന്നുള്ളത്. അപ്പോൾ ആ സമയത്ത് അദ്ദേഹത്തിന് ഈ പ്രചരണം ചെയ്യുമ്പോൾ പതുക്കെ ആളുകൾ, ഇൻട്രസ്റ്റ് ഉള്ള ആളുകൾ വന്നു തുടങ്ങി. അപ്പോൾ ആ സമയത്ത് ബ്രഹ്മചാരി ആശ്രമത്തിലേക്ക് വരാൻ ആളുകളെ പ്രചോദനം കൊടുത്തു. പ്രഭുപാദ് കാര്യം കുറേ പേര് ഈ തെറ്റായിട്ടുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് പറഞ്ഞു കൊടുത്തു. അത് ചെയ്യരുതെന്ന് പറഞ്ഞു. അവരുടെ കൾച്ചറിൻ്റെ ഒരു ഭാഗമായിട്ടുള്ള കാര്യമായിരുന്നു. അവർക്ക് ഈ 4 കാര്യങ്ങൾ തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ അത്ഭുതമാവുന്നു. ഇതെങ്ങനെ തെറ്റാവുന്നു? ഇത് ജീവിതത്തിൻ്റെ ഭാഗമാണ്. ഇതാണ് ഞാനും ചെയ്യുന്നത്, അച്ഛനും അമ്മയും ചെയ്തിട്ടുള്ളത്, മുത്തച്ഛന്മാരും ചെയ്യുന്നത്, എല്ലാവരും ചെയ്യുന്നത് ഇത് തന്നെയാണ്. ഇതെങ്ങനെയാണ് ഒരു തെറ്റ്? അവർക്ക് അങ്ങനെ തെറ്റായിട്ട് തോന്നുന്നില്ല.
പക്ഷെ പ്രഭുപാദ് പറഞ്ഞു, ശാസ്ത്രത്തിൽ പറയുന്നുണ്ട്, ഭാഗവത്തിൽ പറയുന്നുണ്ട്, ഇത് 4ഉം നിർത്തണം. അപ്പോൾ പ്രഭുപാദ് ഒരിക്കലും കോംപ്രമൈസ് ചെയ്തില്ല. പ്രഭുപാദ് പറഞ്ഞില്ല, ഓക്കെ, എന്നാൽ അമേരിക്കയിലല്ലേ ഞാൻ പ്രചരണം ചെയ്യണം, എനിക്ക് കുറച്ച് കൂടുതൽ ഡിസൈപ്പിൾസിനെ വേണം, ആളുകളെ വേണം, എങ്ങനെയെങ്കിലും ഇത് പ്രചരിപ്പിക്കണം, അതിനുവേണ്ടി ഞാൻ ഈ 4 കാര്യങ്ങളെ ഒന്ന് കോംപ്രമൈസ് ചെയ്യാൻ 4 എന്നുള്ളത് വെട്ടി ചുരുക്കി 3 ആക്കാം അല്ലെങ്കിൽ 2 ആക്കാം. പ്രഭുപാദ് അത് ചെയ്തിട്ടില്ല. 4 എന്ന് പറഞ്ഞാൽ 4 നിയമങ്ങളും പാലിക്കണം എന്ന് പറഞ്ഞു. സ്ട്രിക്ട്ലി പറഞ്ഞു അദ്ദേഹം. സ്ട്രിക്ട്ലി അദ്ദേഹം അന്ന് അത് സ്ഥാപിച്ചു. ഇന്നും അത് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നു. ഒരു കോംപ്രമൈസും ചെയ്തിട്ടില്ല. അപ്പോൾ ഇതെല്ലാം വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് ആ കാര്യങ്ങൾ പറയുന്നു. ഈ 4 തെറ്റുകൾ എന്താണ്, 4 പാപങ്ങൾ എന്തൊക്കെയാണ് ഈ കലിയുഗത്തിൽ. പ്രത്യേകിച്ചും ഗോസ്വാമി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെല്ലാം ഇതിൽ നിന്നെല്ലാം പുറത്തു വന്നൊരു വ്യക്തിയായിരിക്കും. അങ്ങനെയുള്ള ഒരാളാണ് വ്യാസാസനത്തിലിരിക്കാൻ യോഗ്യതയുള്ളത് എന്നാണ് പ്രഭുപാദ് പറയുന്നത്, എന്നാണ് പ്രഭുപാദ് ഇവിടെ സ്ഥാപിക്കുന്നത്. കാര്യം സൂത ഗോസ്വാമി അതിന് യോഗ്യനായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം തീർച്ചയായിട്ടും ഈ 4 കാര്യങ്ങളും അദ്ദേഹത്തെ തൊടുന്നില്ല. പ്രഭുപാദ് ഇനി പറയുന്നത് ഭാവാർത്ഥത്തിൽ അതാണ്. വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി, വ്യാസാസനത്തിൽ ഇരിക്കുന്ന വ്യക്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രചരണം ചെയ്യുന്ന ഒരു വ്യക്തിയോ കൃഷ്ണാവബോധം മറ്റുള്ളവർക്ക് കൊടുക്കുന്ന ഒരു വ്യക്തിയോ ആവട്ടെ, ആക്ച്വലി എല്ലാവരും ഫോളോ ചെയ്യേണ്ട കാര്യങ്ങളാണ്. 4 നിയമങ്ങളും പാലിക്കേണ്ടതാണ്. പ്രത്യേകിച്ചും അത് പ്രചരിപ്പിക്കുന്ന ഒരാൾക്ക് കൂടുതലും അതിൻ്റെ ഉത്തരവാദിത്വമുണ്ട്. ഉദാഹരണം പറയുവാണെങ്കിൽ, ഒരു കോളേജിലെ അല്ലെങ്കിൽ സ്കൂളിലെ ഒരു ടീച്ചർ പഠിപ്പിക്കുകയാണെന്ന് നോക്കിയ ബയോളജി ക്ലാസ്സിൽ പുകവലിയുടെ ഡേഞ്ചേഴ്സ് പഠിപ്പിക്കുകയാണെന്ന് വയ്ക്കുക. പുകവലിക്കുന്നത് തെറ്റാണ് എന്നുള്ളത് കുട്ടികളെ പഠിപ്പിക്കുന്നു. അപ്പോൾ അതിന് വേണ്ടി കുറേ വീഡിയോ ഒക്കെ കാണിച്ചു കൊടുക്കുന്നു, പലതും കാണിച്ചു കൊടുക്കുന്നു. എന്നിട്ട് പറയുന്നു അത് പ്രശ്നം ഉണ്ടാക്കും, ശരീരത്തിന് ക്യാൻസർ ഉണ്ടാക്കും, അങ്ങനെ പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കും. എന്നിട്ട് ആ വ്യക്തി തന്നെ ബ്രേക്കിൻ്റെ സമയത്ത്, ലഞ്ച് ബ്രേക്കിൽ പുകവലിച്ചാൽ എന്താണ് കാര്യം? അദ്ദേഹം പഠിപ്പിച്ചു കൊടുക്കുന്നതിന് വല്ല അർത്ഥവും വരുന്നുണ്ടോ? ഇല്ല. പറയുന്ന കാര്യം അദ്ദേഹം ഫോളോ ചെയ്യണ്ടേ, അല്ലെങ്കിൽ അതിന് കാര്യമില്ല, അല്ലേ? അതേപോലെയാണ്, അതൊരു കാര്യമാണ്. അപ്പോൾ അതേപോലെ ഭഗവാനെക്കുറിച്ച് പറയുന്ന കാര്യം അത് ശരിക്കും ചെറിയൊരു കാര്യമല്ല. വ്യാസദേവനെ പ്രതിനിധീകരിച്ചിട്ടാണ് പറയുന്നത് നമ്മൾ ഓരോ ഗുരുജനങ്ങളും. അപ്പോൾ തീർച്ചയായിട്ടും ഈ ഒരു നിയമങ്ങളൊക്കെ പാലിക്കേണ്ടത് വളരെ വളരെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ അതിനുള്ള യോഗ്യത ഇല്ല എന്ന് തന്നെ പറയാം. ഇത് ഭാഗവതത്തിൻ്റെ തുടക്കത്തിലെ 6ാമത്തെ ശ്ലോകത്തിലെ ഭാവാർത്ഥത്തിൽ പ്രഭുപാദ് പറയുന്നു. അപ്പോൾ വ്യാസാസനത്തിലിരുന്ന് ഭാഗവതം പറയുവാനോ അല്ലെങ്കിൽ ഹരികഥ പറയണമെങ്കിലോ ശരിക്കും ക്വാളിറ്റീസ് ആവശ്യമുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കുക. ആ ക്യാരക്ടർ നല്ലതായിരിക്കണം എന്നുള്ളത് അത് ഇവിടെ പറയുന്നത്. സ്പോട്ട്ലെസ് ക്യാരക്ടർ എന്നാണ് പ്രഭുപാദ് പറയുന്നത്. വ്യാസാസനത്തിൽ അങ്ങനെയുള്ളവർക്ക് ഇരിക്കാനുള്ള യോഗ്യതയുള്ളൂ എന്ന് പറയുന്നു. അപ്പോൾ ചോദ്യം വരാം, ഇപ്പോൾ സാധാരണക്കാരനെ പോലെ നമ്മളെപ്പോലുള്ള ആളുകൾ ചിലപ്പോൾ ഇപ്പോഴും എന്താ പറയുക, അനർത്ഥങ്ങളൊക്കെ ഹൃദയത്തിലുണ്ടാവും. പാപങ്ങൾ ചിലപ്പോൾ ഈ പറയുന്ന 4 കാര്യങ്ങൾ ഒരു പക്ഷേ ചെയ്യുന്നുണ്ടാവില്ല ഗ്രോസ് ആയിട്ട്, പക്ഷെ ഉള്ളിൽ പല ആഗ്രഹങ്ങളും അല്ലെങ്കിൽ പല ചിന്തകളും അല്ലെങ്കിൽ ഇതിനു മുമ്പ് ചെയ്തിട്ടുള്ള കാര്യങ്ങളോ കഴിഞ്ഞ ജന്മത്തിലെ കാര്യങ്ങളോ വോട്ടെവർ അതൊക്കെ ഉണ്ടായിക്കൂടെ? അപ്പോൾ എങ്ങനെയാണ് നമുക്ക് സാധിക്കുന്നത്? അപ്പോൾ മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ആചാര്യന്മാർ പറയുന്നുണ്ട്, കഴിഞ്ഞത് കഴിഞ്ഞു, ഇനി നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. പക്ഷേ ഇത് മനസ്സിലാക്കിയതിന് ശേഷം നമ്മളത് ചെയ്യുന്നുണ്ടോ, ചെയ്യാതിരിക്കുന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല. സ്ട്രിക്ട്ലി അത് ഫോളോ ചെയ്യുന്നുണ്ട് നമ്മൾ. അതേപോലെ തന്നെ നല്ല രീതിയിൽ ആത്മാർത്ഥതയോടുകൂടി ഭക്തിയുത സേവനങ്ങൾ ചെയ്ത് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു, അത് ചെയ്യുന്നു, അത് അതേപോലെ മാക്സിമം ചെയ്യുന്ന ഒരു വ്യക്തിയാണെങ്കിൽ തീർച്ചയായിട്ടും അവർക്കും ഇതെല്ലാം വ്യാസാസനത്തിലിരുന്ന് പ്രചരണം ചെയ്യാനും ഒക്കെ യോഗ്യത അവർക്കും നേടാൻ അല്ലെങ്കിൽ യോഗ്യത ഉണ്ട് എന്ന് പറയുന്നു. നമ്മൾ ഇന്നലെ പറഞ്ഞിരുന്നു ശുദ്ധഭക്തർ എന്ന് പറഞ്ഞ് 2 തരത്തിലുണ്ടെന്നുള്ളത്. ഒന്ന് ശുദ്ധഭക്തർ ഓൾറെഡി ശുദ്ധഭക്തരായിട്ടുള്ളവർ, ഒന്ന് ശുദ്ധഭക്തരാവാൻ വേണ്ടി ആത്മാർത്ഥതയോടുകൂടി പരിശീലിക്കുന്നവർ. അപ്പോൾ ഓർക്കണം, നമ്മൾ ഇതെല്ലാം നമ്മളും പല ആളുകൾക്കും ഭാഗവതം അല്ലെങ്കിൽ പല ആളുകൾക്കും ഈ ഹരികഥ പറഞ്ഞു കൊടുക്കുന്നു അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് പറഞ്ഞു കൊടുക്കുന്നു. അപ്പോൾ നമുക്കും റെസ്പോൺസിബിലിറ്റി ഉണ്ടെന്ന് ഓർക്കുക. എന്തെങ്കിലും നമ്മൾ ചെയ്യുന്ന കാര്യമാണ് പ്രചരിപ്പിക്കുക. ആചാർ ആൻഡ് പ്രചാർ, ഇതാണ് ഒരു ആചാര്യൻ്റെ ഒരു ലക്ഷണം. ആചാർ ആൻഡ് പ്രചാർ. ആചാരം എന്ന് പറഞ്ഞാൽ ആചരിക്കുക, സ്വയം ആചരിക്കുക, പിന്നെ മറ്റുള്ളവർക്ക് പ്രചാരം അല്ലെങ്കിൽ മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുക. അത് ഈ ഒരു പോയിന്റ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പ്രഭുപാദ് പറയുന്നുണ്ട് ഇവിടെ. പുരാണങ്ങൾ, മഹാഭാരതം, രാമായണം ഇതെല്ലാം ഇവിടെ ആചാര്യന്മാർക്ക് പ്രഭുപാദ് പറയുന്നു വേദങ്ങളുടെ ഭാഗമാണ് എന്നുള്ളതും. ആചാര്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഗോസ്വാമി എന്ന് പറഞ്ഞാൽ അവരാണ് ഇതെല്ലാം മറ്റുള്ളവർക്ക് പഠിപ്പിച്ചു കൊടുക്കുന്നത്.
പറഞ്ഞു കൊടുക്കുന്നത് എന്നുള്ളത് ശില പ്രഭാത് ഇവിടെ പറയുന്നു. പിന്നീട് ശ്രവണത്തിൻ്റെയും കീർത്തനത്തിൻ്റെയും പ്രാധാന്യത്തെക്കുറിച്ച് പ്രഭാത് അവസാനം ഈ ഭാവാർത്ഥത്തിൻ്റെ അവസാന ഭാഗത്ത് പറയുന്നുണ്ട്. ശ്രവണവും കീർത്തനവുമാണ്, അതായത് ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഭഗവാനെക്കുറിച്ച് പറയുക, ഹരികഥ ചെയ്യുക, അല്ലെങ്കിൽ ഭഗവാനെക്കുറിച്ച് നമ്മൾ ഭഗവാനെ സ്തുതിക്കുക. ഇപ്പോൾ പ്രചരണം എന്ന് പറയുന്നത് വ്യാസാസനത്തിലിരുന്ന് മാത്രമല്ല പ്രചരണം അല്ലെങ്കിൽ ഹരികഥ ചെയ്യാൻ സാധിക്കുകയുള്ളൂ. നമുക്ക് ഓരോരുത്തർക്കും ചെയ്യാൻ സാധിക്കും. അതിനുവേണ്ടി നമുക്ക് ക്ലാസ് എടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ക്ലാസ് എടുക്കുന്ന ഒരു രീതി മാത്രമാണ്. പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ ചെയ്യാം. അതായത് നമ്മൾ നല്ല രീതിയിൽ ഭക്തി സേവനങ്ങൾ ചെയ്ത് എല്ലാം നല്ല രീതിയിൽ ആചരിച്ചുകൊണ്ട് നമ്മൾ മറ്റുള്ളവരുടെ മുമ്പിൽ നല്ല ഒരു ഉദാഹരണമായി മാറിക്കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് ഓട്ടോമാറ്റിക്കലി നമ്മളോടൊരു അട്രാക്ഷൻ തോന്നും. അപ്പോൾ അതൊരു പ്രചരണമാണ്. നമ്മളൊന്നും ചെയ്യുന്നില്ല, നമ്മൾ ചെയ്യുന്നത് ആകെ ഫോളോ ചെയ്യുന്നു, വേണ്ട കാര്യങ്ങൾ ഫോളോ ചെയ്യുന്നു. അപ്പോൾ ഫോളോ ചെയ്യുമ്പോൾ തന്നെ നമ്മുടെ സ്വഭാവത്തിന് ഒരുപാട് വ്യത്യാസങ്ങൾ വരും. ആ സ്വഭാവത്തിൻ്റെ വ്യത്യാസവും അല്ലെങ്കിൽ ആ നല്ല സ്വഭാവവും നല്ല രീതിയും പെരുമാറ്റവും ഒക്കെ കാണുമ്പോൾ തന്നെ ആളുകൾക്കൊരു ആകർഷണം തോന്നും. അങ്ങനെ ആകർഷണം തോന്നി പല ആളുകളും ചോദിക്കാനും സാധ്യതയുണ്ട്, എന്താണ് ഇങ്ങനെ എന്ന്, എങ്ങനെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ ചോദിക്കും. അപ്പോൾ നമുക്കൊരു അവസരമാണ്, ഇതൊക്കെയാണ് ഞാൻ ചെയ്യുന്ന കാര്യങ്ങൾ. ഹരേ കൃഷ്ണ മഹാമന്ത്രം ചൊല്ലുന്നു, ഭാഗവതം കേൾക്കുന്നു, ഭാഗവതം വായിക്കുന്നു, സത്സംഗത്തിൽ പോകുന്നു. അപ്പോൾ നമുക്കൊരു ചാൻസാണ് പറയാൻ അല്ലേ. അപ്പോൾ ആളുകൾക്ക് അങ്ങനെ അവർക്കും ഒരു തോന്നൽ വരും, ശരിയാണ്, ഇത് ഞങ്ങളും ചെയ്യണ്ടേ, നമ്മളും ചെയ്യണ്ടേ എന്നുള്ളത്. അപ്പോൾ പ്രചരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പല രീതിയിൽ. പ്രഭുപാദ് അദ്ദേഹം കുട്ടികൾ വളരെ ഫേമസ് ആയിട്ട് കേട്ടിട്ടുണ്ടാവും. പ്രഭുപാദ് ക്ലാസ് എടുക്കുന്ന ഇടയിൽ ഒരു കുട്ടിയെ ഇടയ്ക്ക് വിളിക്കും, സരസ്വതി. ഒരു ചെറിയ, അന്ന് സരസ്വതി എന്ന് പറയുന്ന ഒരു പെൺകുട്ടി ഉണ്ട്, ചെറിയ കുട്ടി, 2-2.5 വയസ്സുള്ള ഒരു പെൺകുട്ടി. ആ കുട്ടി ഇങ്ങനെ നടന്ന് തുടങ്ങിയിട്ടുള്ള സമയമാണ്. അപ്പോൾ സരസ്വതി ഒരു ഡിവോട്ടീസിൻ്റെ മകളായിരുന്നു. ഇപ്പോഴും അവരുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. മദർ സരസ്വതി US-ലുണ്ട്. അപ്പോൾ ഈ സരസ്വതി ഇങ്ങനെ ക്ലാസ്സിൻ്റെ ഇടയിലൂടെ നടന്നു പോകും, പ്രഭാതിൻ്റെ അടുത്ത് പോകും, പിന്നെ അങ്ങനെയൊക്കെ പോകും. പ്രഭാത് ഇടയ്ക്ക് പറയും, പ്രഭാത് പറയുന്നുണ്ട്, നോക്കൂ, ഈ പ്രചരണത്തെക്കുറിച്ച് പറയുമ്പോഴോ കൃഷ്ണാവബോധത്തെക്കുറിച്ച് പറയുമ്പോഴോ പ്രഭാത് ഈ കുട്ടിയെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയും, കണ്ടില്ലേ ഈ സരസ്വതി എന്താ ചെയ്യുന്നത് നോക്കൂ, എല്ലാവരോടും പോയി പറയുന്നുണ്ട് കൃഷ്ണ ഈസ് ദ സുപ്രീം ലോർഡ്, കൃഷ്ണ ഈസ് ദ സുപ്രീം ലോർഡ്, ഭഗവാൻ കൃഷ്ണനാണ് പരമദിവ്യത്വം പുരുഷൻ എന്ന് എല്ലാവരോടും പറയുന്നുണ്ട് ഈ കുട്ടി. വെറുതെ കുട്ടി സംസാരിച്ച് തുടങ്ങിയിട്ടേ ഉള്ളൂ. അപ്പോൾ ആ സമയത്ത് കുട്ടി പറയുന്നത് ഇതാണ്, അമ്മയും അച്ഛനും പറഞ്ഞു കൊടുത്ത കാര്യം ഇതാണ്. അത് എല്ലായിടത്തും പോയി പറയും. അപ്പോൾ പ്രഭുപാദും കേട്ടിട്ടുണ്ട് പലതവണ പല ആളുകളോടും പോയി ഇത് പറയുന്നത്. വെറുതെ പോകുന്നു പറയുന്നു. അപ്പോൾ പ്രഭുപാദ് പറയണം, നോക്കൂ, സരസ്വതി വരെ പ്രീച്ച് ചെയ്യുന്നുണ്ട്, സരസ്വതി വരെ പ്രചരണം ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അത്ര ബുദ്ധിമുട്ടല്ല, എല്ലാവർക്കും ചെയ്യാം. അതാണ് പ്രഭുപാദ് പറഞ്ഞത്. 2.5 വയസ്സുള്ള കുട്ടിക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ എല്ലാവർക്കും ചെയ്തൂടെ എന്നാണ് പറയുന്നത്. അപ്പം കീർത്തനം, ശ്രവണം എന്താണ്? ഭഗവാനെക്കുറിച്ച് കേൾക്കുക, ഹരികഥ കേൾക്കുക, സത്സംഗങ്ങൾ കേൾക്കുക. അതേപോലെ തന്നെ വായിക്കുന്നതും, ഭാഗവതം വായിക്കുന്നതും അതൊക്കെ ശ്രവണത്തിൻ്റെ ഭാഗമായിട്ട് നമുക്ക് കൂട്ടാൻ സാധിക്കും. പക്ഷേ വായനയും കേൾവിയും തമ്മിൽ വ്യത്യാസമുണ്ട്. കാരണം നമ്മൾ തന്നെ വായിക്കുമ്പോൾ, പ്രഭുപാദിൻ്റെ ഭാവാർത്ഥം വായിക്കുമ്പോൾ നമുക്ക് കുറേ കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാവുമായിരിക്കും. എഗെയിൻ മനസ്സിലായി തുടങ്ങുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കേൾക്കുമ്പോഴാണ് മനസ്സിലാവുന്നത്. ഇല്ലെങ്കിൽ മനസ്സിലാകാൻ ബുദ്ധിമുട്ടാണ്. ഒരു നല്ലൊരു ആചാര്യനിൽ നിന്ന് കേൾക്കുമ്പോൾ എന്ത് സംഭവിക്കുന്നു എന്ന് വെച്ചാൽ ആ ആചാര്യൻ്റെ ഉള്ളിലുള്ള ഹൃദയത്തിലുള്ള ആ തിരിച്ചറിവുകൾ, റിയലൈസേഷൻസും കൂടെ ആചാര്യൻ പറയുന്നുണ്ട്. അപ്പോൾ ആ തത്വങ്ങൾ പറയുന്നു, ഭാഗവതം പറയുന്നു, പക്ഷെ കൂട്ടത്തിൽ അത് മാത്രമല്ല ഒരുപാട് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹത്തിൻ്റെ തിരുമുഖത്തിൽ നിന്ന് വരുന്നുണ്ടാവും. അപ്പോൾ ആ പ്രഭുപാദ് പറയുന്ന കാര്യത്തെ ഒന്നും കൂടെ മനസ്സിലാവുന്ന രീതിയിൽ കൂടുതൽ ഒരു റിയലൈസേഷനോട് കൂടിയിട്ടാണ് പ്രസൻറ്റ് ചെയ്യുന്നത്. അപ്പോൾ അത് വളരെയധികം ഹെൽപ്ഫുൾ ആവും നമുക്ക്. അല്ലാതെ വായിച്ചു മാത്രം പോയി കഴിഞ്ഞാൽ കാര്യമില്ല. നമുക്ക് ശ്രവണം അത്യാവശ്യമാണ്. അപ്പോൾ ശ്രവണമായി, പിന്നെ കീർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞു, കീർത്തനം എന്ന് പറഞ്ഞാൽ നാമം ജപിക്കുന്നത് കീർത്തനത്തിൻ്റെ ഭാഗമാണ്. സങ്കീർത്തനം നമ്മൾ വാദ്യ ഉപകരണങ്ങൾക്ക് കൊണ്ട് നമ്മൾ ഹരേകൃഷ്ണ കീർത്തനം ചെയ്യുന്നത് കീർത്തനമാണ്. പിന്നെ അതേപോലെ തന്നെ ഭഗവാനെക്കുറിച്ച് ഇങ്ങനെ പറയുന്നതും കീർത്തനമാണ്. ഇപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഇരുന്നു കൊണ്ട് ഭഗവാനെക്കുറിച്ച് പറയുന്നു, ഭാഗവതം പറയുന്നു, ഇതും കീർത്തനമാണ്. ശുകദേവ് ഗോസ്വാമി പരീക്ഷിത് മഹാരാജാവിന് ഭാഗവതം പറഞ്ഞു കൊടുത്തു, അത് കീർത്തനമാണ്. പരീക്ഷിത് മഹാരാജ് അത് കേട്ടു, അത് ശ്രവണമാണ്. അപ്പോൾ കീർത്തനവും ശ്രവണവും
വളരെ വളരെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ആധ്യാത്മിക ജീവിതത്തിൽ, ആധ്യാത്മിക പാതയിൽ എന്ന് പ്രഭുപാദ് ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്. ഈ ഭാവാർത്ഥത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നു, നമ്മളെ ഒന്നും കൂടെ അതിലൊന്നും കൂടെ ദൃഢത കൊണ്ടുവരാൻ വേണ്ടിയിട്ട് അദ്ദേഹം പറയുന്നു. അപ്പോൾ കീർത്തനവും ശ്രവണവും കീർത്തനവും ഓർത്തു വയ്ക്കുക. ഈ നവവിധ ഭക്തിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ് ശ്രവണം, കീർത്തനം. നല്ല രീതിയിൽ ശ്രവണം, നല്ല രീതിയിൽ കീർത്തനം. കീർത്തനം എന്ന് പറഞ്ഞാൽ നേരത്തെ പറഞ്ഞു ഇതെല്ലാം വരുന്നു. നമ്മൾ പ്രചരിപ്പിക്കുന്നതും പറയുന്നതും കേൾക്കുന്നതും കീർത്തനം ചെയ്യുന്നതും നാമം ജപിക്കുന്നതും ഒക്കെ വരുന്നു. ശ്രവണം, വായിക്കുന്നതും കേൾക്കുന്നതും ഒക്കെ വരുന്നു. ഇത് നല്ല രീതിയിൽ നമ്മൾ ചെയ്യുകയാണെങ്കിൽ നമ്മൾ അറിയാതെ തന്നെ നമ്മുടെ ആധ്യാത്മിക പുരോഗതി നല്ല രീതിയിൽ വരുന്നത് കാണാം. നമ്മൾ അറിയില്ല എത്രമാത്രം പ്രോഗ്രസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. നമ്മളൊരു പക്ഷെ അറിയില്ല, മറ്റുള്ളവർ ചിലപ്പോൾ മനസ്സിലാക്കും പെട്ടെന്ന് നമുക്ക് ചേഞ്ചസ് ഉണ്ട് എന്നുള്ളത്. വളരെ പവർഫുള്ളാണ്. ഇതാണ് ബേസ്. ഇത് മാത്രമല്ല, ഇത് തന്നെയാണ് നമ്മൾ ആധ്യാത്മിക ലോകത്തിൽ പോയി കഴിഞ്ഞാലും ചെയ്യാൻ പോകുന്ന കാര്യം, ശ്രവണം, കീർത്തനം. അതുകൊണ്ട് അതിൻ്റെ ഒരു ട്രെയിനിങ് ആണ് നമ്മളിപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. അതാണ് 6ാമത്തെ ശ്ലോകവും ഭാവാർത്ഥത്തിലും പറയുന്ന പ്രധാനപ്പെട്ട കാര്യങ്ങൾ. അപ്പോൾ നോക്കൂ, നമ്മൾ പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ഇവിടെ ചർച്ച ചെയ്തു കഴിഞ്ഞു. ഇനി അടുത്ത ശ്ലോകത്തിലേക്ക് പോകുന്നു. യാനി വേദവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണഃ അന്യേ ച മുനയാ സൂത പരാവാരാ വിദോ വിദു. ഓക്കെ, ശാന്തകുമാരി മാതാജി ഉണ്ടോ? ഉണ്ട് പ്രഭു. വായിക്കൂ ശ്ലോകം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. യാനി വേദാവിദാം ശ്രേഷ്ഠോ ഭഗവാൻ ബാദരായണ അന്യേജ മുനയാ സുത പരാവര വിദോ വിദോ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വിവർത്തനം വായിക്കാം പ്രഭു. പരാവാരാന്നുണ്ടോ അതോ പരാവരാന്നേ ഉള്ളൂ? പരാവര. ഹരേ പരാവര വിദോ വിദോ. പരാവര. പരാ എന്നുള്ളതിന് ദീർഘമുണ്ട്, വര ദീർഘമില്ല. ഓക്കെ, പരാവര വിധം. ഭാഗവത്തിൽ അങ്ങനെയല്ലേ കൊടുത്തിട്ടുള്ളത്, പുസ്തകത്തിൽ? അതെ പ്രഭു. ഓക്കെ ഫൈൻ. ഓക്കെ, വിവർത്തനം വായിക്കൂ. ആര് വായിക്കുന്നു? യമുന മാതാജി ഉണ്ടോ? ഓക്കെ പ്രഭു, ഞാൻ വായിക്കട്ടെ? ഹരേ കൃഷ്ണ. ഓക്കെ, യമുന മാതാജി വായിക്കൂ. എന്താ വിവർത്തനം വായിക്കണ്ട? വിവർത്തനം. അല്ലയോ സൂത ഗോസ്വാമി, യെസ്. ഹരേ കൃഷ്ണ. ശബ്ദം പോയല്ലോ. ഹരേ കൃഷ്ണ. കേൾക്കുന്നില്ലായിരുന്നോ? കേൾക്കുന്നുണ്ടായിരുന്നല്ലോ, ഒന്നുകൂടെ വായിക്കൂ. അല്ലയോ സൂത ഗോസ്വാമി, വേദാന്തികളിൽ വരിഷ്ഠനായ അങ്ങേക്ക് ഭഗവത് അവതാരമായ വ്യാസദേവന്റെ ജ്ഞാനം അത്രയും പരിചിതമാണല്ലോ. മാത്രവുമല്ല, ഭൗതികവും അഭൗതികവുമായ ജ്ഞാനങ്ങളെല്ലാം നേടിയ മറ്റു മുനിമാരെ കുറിച്ചും താങ്കൾക്കറിയാം. ഹരേ കൃഷ്ണ. താങ്ക് യു. ഇവിടെ പറയുന്നു, 3ാമത്തെ സവിശേഷത അല്ലെങ്കിൽ ക്വാളിറ്റി പറയുന്നു സൂത ഗോസ്വാമിയുടെ. വേദവിദാം ശ്രേഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ മുഴുവനും നല്ല രീതിയിൽ വേദങ്ങൾ അറിയുന്ന വ്യക്തി. 2 അർത്ഥങ്ങൾ വരുന്നുണ്ട് വേദവിദാം ശ്രേഷ്ഠ. ഒന്ന്, വേദങ്ങൾ അറിയുന്ന വ്യക്തി അല്ലെങ്കിൽ സീനിയർ ആയിട്ടുള്ള വ്യക്തിയാണ്, വേദാന്തങ്ങളൊക്കെ അറിയുന്ന വ്യക്തിയാണ്. 2, വ്യാസദേവനും അതേപോലെ വരിഷ്ഠരായിട്ടുള്ള മറ്റുള്ള ഋഷിവര്യന്മാരുണ്ട്, അവരെക്കുറിച്ചും അങ്ങേക്ക് നല്ലോണം അറിയാം എന്നാണ് പറയുന്നത്. പിന്നെ അതേപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയുന്നു, വ്യാസദേവനെ ഇവിടെ പറയുന്നത് എന്താണ്, എങ്ങനെയാണ് വിളിക്കുന്നത്? ഭഗവാൻ ബാദരായണ. ബാദരായണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യാസദേവൻ്റെ ഒരു പേരാണ്. ബാദരായണ എന്ന് പറഞ്ഞ വ്യാസദേവൻ്റെ പേരാണ്. ഭഗവാൻ എന്നാണ് അഭിസംബോധന ചെയ്യുന്നത്. ഒന്ന് ആലോചിച്ച് നോക്കൂ, വ്യാസദേവനെ. അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ചാൽ വ്യാസദേവൻ ശക്തിയാവേശ അവതാരമാണ് എന്നുള്ളത് ഇവിടെ പറയുകയാണ് ചെയ്യുന്നത്. വ്യാസദേവൻ സാധാരണ ഒരു വ്യക്തിയല്ല,
ഭഗവാന്റെ ശക്തി അല്ലെങ്കിൽ ഭഗവാന്റെ ശക്തി പ്രത്യേകിച്ചും അദ്ദേഹത്തിൽ കൊടുത്തിട്ടുള്ള സ്പെഷ്യലായിട്ടുള്ളൊരു ശക്തി ആവേശ അവതാരമാണ് വ്യാസദേവൻ. അതുകൊണ്ടാണ് വേദങ്ങളൊക്കെ അദ്ദേഹം എഴുതിയിട്ടുള്ളത്. അല്ലെങ്കിൽ ആർക്ക് സാധിക്കും? ആർക്കും സാധിക്കില്ല. സാധാരണ ഒരു മനുഷ്യന് സാധിക്കുന്ന കാര്യങ്ങളല്ല അതെല്ലാം. ഇവിടെ പറയുന്നു വ്യാസദേവനെക്കുറിച്ചും അതേപോലെ വരിഷ്ഠരായിട്ടുള്ള മറ്റുള്ള ഋഷിവര്യന്മാരെക്കുറിച്ചും അതേപോലെ തന്നെ വേദാന്തവും എല്ലാം അങ്ങേക്ക് അറിയുന്ന വ്യക്തിയാണ് അങ്ങ്. അപ്പോൾ സ്തുതിക്കുകയാണ് ചെയ്യുന്നത് ശൂത ഗോസ്വാമിയെ. ശീലപ്രഭുപാദ് ഭാവാർത്ഥത്തിൽ പറയുന്നു, ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് വേദാന്തങ്ങളുടെ ഒരു ഭാവാർത്ഥമാണ് എന്ന് പറയുന്നു. വേദാന്തം എന്ന് പറഞ്ഞാൽ വ്യാസദേവൻ എഴുതിയിട്ടുള്ളത്. വേദാന്തം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൂത്ര രൂപത്തിലാണുള്ളത്, സൂത്രങ്ങളാണ്. സൂത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് കാര്യങ്ങൾ വളരെ ചുരുക്കത്തിൽ സൂത്ര രീതിയിൽ, അല്ലെങ്കിൽ സൂത്രം എന്ന് ഉദ്ദേശിക്കുന്നത് വളരെ ചെറിയ ശ്ലോകങ്ങളിലായിട്ട് അത് കണ്ടൻസ് ചെയ്തിട്ട് എഴുതുകയാണ് ചെയ്യുക. വേദാന്ത സൂത്രം അങ്ങനെയാണ്. ഒരുപാട് കാര്യങ്ങളുണ്ടാവും അതിനകത്ത്, ഡീപ്പായിട്ടുള്ള കാര്യങ്ങളുണ്ടാവും. പക്ഷെ അതിനെ വളരെ ചുരുക്കത്തിൽ എഴുതുന്നതാണ് സൂത്രം. അപ്പോൾ അല്ലെങ്കിൽ വേദാന്തത്തിൻ്റെ സൂത്രങ്ങൾ അങ്ങനെ ആർക്കും വായിച്ചാൽ മനസ്സിലാവില്ല. അതിനത്രയും ജ്ഞാനവും വേണം, അത്രമാത്രം ഒരു പരിശുദ്ധനായിട്ടുള്ളൊരു വ്യക്തിക്ക് അത് മനസ്സിലാവുള്ളൂ. അല്ലെങ്കിൽ എല്ലാവർക്കും മനസ്സിലാവുന്ന കാര്യമല്ല. എന്നാൽ ശ്രീമദ് ഭാഗവതം എന്ന് പറയുന്നത് ഈ വേദാന്തത്തിൻ്റെ അല്ലെങ്കിൽ വേദാന്ത സൂത്രത്തിൻ്റെ പരിഭാഷയാണ്, അല്ലെങ്കിൽ വേണമെങ്കിൽ പറയാം ഭാവാർത്ഥമാണ് എന്ന് പറയുന്നു. അതിനെ എക്സ്പ്ലെയിൻ ചെയ്യുവാണ് ഭാഗവതത്തിൽ. വേദാന്ത സൂത്രങ്ങളിൽ പറയുന്നത് എന്താണോ അതിൻ്റെ എക്സ്പ്ലനേഷനാണ്, വിശദീകരണങ്ങളാണ് ശ്രീമദ് ഭാഗവതം. അപ്പോൾ ശ്രീമദ് ഭാഗവതം ആരാണ് നമുക്ക് എഴുതി തന്നിട്ടുള്ളത്? വ്യാസദേവനാണ്. അപ്പോൾ ആ ശ്രീമദ് ഭാഗവതം എന്താണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി ആദ്യത്തെ 3 ശ്ലോകങ്ങളിൽ നമ്മൾ കണ്ടു. രണ്ടാമത്തെ 3ാമത്തെ ശ്ലോകത്തിൽ കണ്ടു. എല്ലാ വേദശാസ്ത്രങ്ങളുടെയും ഒരു കണ്ടൻസ് രൂപമാണ്, അല്ലെങ്കിൽ വളരെ എസെൻസ് ആണ്, അല്ലെങ്കിൽ സാരാംശമാണ് ശ്രീമദ് ഭാഗവതം എന്നുള്ളത് നമ്മൾ കണ്ടു. പിന്നീട് പ്രഭുപാദ് ഇവിടെ പറയുന്നു, സൂത ഗോസ്വാമി വ്യാസാസനത്തിലിരുന്ന് അദ്ദേഹം ഇനി മുന്നോട്ട് അദ്ദേഹം കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കും അവർക്ക് എന്നുള്ളത്. അപ്പോൾ ഇവിടെ പ്രഭുപാദ് പറയുന്നുണ്ട്, സൂത ഗോസ്വാമി അതായത് ശരിയായിട്ടുള്ളൊരു അധ്യാപകൻ്റെ എല്ലാ ക്വാളിറ്റീസും അദ്ദേഹത്തിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് വ്യാസാസനത്തിൽ ശൗനകാദി ഋഷികൾ അദ്ദേഹത്തിനെ ഇരുത്തിയിട്ടുള്ളതും. അതാണ് പറയുന്നത്. ആ കാര്യം കൂടെ പ്രഭുപാദ് ഇവിടെ ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. അപ്പോൾ നമ്മൾ 3 ക്വാളിറ്റീസാണ് പഠിച്ചത്. അനഘ, രണ്ടാമത്തെ എന്താണ്? അധീതാനി ആഖ്യാതാനി 2, 3 വേദവിദാം ശ്രേഷ്ഠ. ഓക്കെ, 3ആയി. ഇനിയുണ്ട് 2 കൂടെ അടുത്ത ശ്ലോകത്തിൽ പറയുന്നു. 8ാമത്തെ ശ്ലോകത്തിൽ നമുക്ക് നോക്കാം. ശ്ലോകം 8. വേതാത്വം സൗമ്യ തത് സർവം തത്വവതസ്തത് അനുഗ്രഹാത് ഭ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരവോ ഗുഹ്യമപ്യുത. വിദ്യാ മാതാജിയുടെ മൈക്ക് ശരിയെങ്കിൽ വായിക്കൂ ശ്ലോകം. ഓക്കെ, ഇല്ലെങ്കിൽ വേറെ ഗീതാ മുരളി മാതാജി. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. വായിക്കൂ. ഓം നമോ ഭഗവതേ വാസുദേവായ. വേദത്വം സൗമ്യ തത് സർവം തത്വതസ്തദനുഗ്രഹാത് ബ്രൂയോ സ്നിഗ്ധസ്യ ശിഷ്യസ്യ ഗുരുവോ ഗുഹ്യമപ്യുതാ. താങ്ക് യു. ഷീമ മാതാജി ഉണ്ടാവും, വിവർത്തനം വായിക്കൂ. ഹരേ കൃഷ്ണ പ്രഭു. വിവർത്തനം പ്രഭുപാദി കി ജയ്. അങ്ങ് വിനയാനിതനാകയാൽ അങ്ങയുടെ ആത്മീയാചാര്യന്മാർ ബഹുമതിയായി ഒരു ഉത്തമ ശിഷ്യനെ പ്രദാനം ചെയ്യുന്ന എല്ലാവിധ അനുഗ്രഹങ്ങളും അങ്ങയിൽ ചൊരിഞ്ഞു. ആകയാൽ അവരുടെ അടുക്കൽ നിന്നും ശാസ്ത്രീയമായി അഭ്യസിച്ചതെല്ലാം ഞങ്ങൾക്ക് സുവ്യക്തമായി വിശദീകരിച്ചു നൽകാൻ അങ്ങേക്ക് സാധ്യമാണ്. ഹരേ കൃഷ്ണ പ്രഭു. താങ്ക് യു. ഇവിടെ 2 ക്വാളിറ്റിയും കൂടെ പറയുന്നുണ്ട്, നോട്ട് ചെയ്തോളൂ. എന്തൊക്കെയാണ്? ഒന്ന് സൗമ്യ. സൂത ഗോസ്വാമിയെ ഇവിടെ അഭിസംബോധന ചെയ്യുന്നു സൗമ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ശുദ്ധനായിട്ടുള്ള വ്യക്തി, വളരെ സിമ്പിളായിട്ടുള്ള, വളരെ ജെന്റിൽമാൻ, ശുദ്ധൻ, സൗമ്യ. അതുപോലെ സ്നിഗ്ധസ്യ, രണ്ടാമത്തെ ക്വാളിറ്റി. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
വളരെയധികം, അതായത് ഗുരുവിനെ പൂർണ്ണമായിട്ടും ആശ്രയിച്ചുകൊണ്ട് ഗുരുവിനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തി. സ്നിഗ്ധസ്യ ഇവിടെ വിശേഷിപ്പിക്കുന്ന അങ്ങനെയാണ്. സ്നിഗ്ധസ്യ ശിഷ്യസ്യ, കാണുന്നുണ്ടോ ശ്ലോകത്തിൽ നിന്ന് വായിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഭ്രൂയു സ്നിഗ്ധസ്യ ശിഷ്യസ്യ. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞാൽ വളരെ അനുസരണശീലമുള്ള, വളരെ അല്ലെങ്കിൽ പൂർണ്ണമായിട്ടും ഗുരുവിനെ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തി. തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേക്ഷ്യന്തിത ജ്ഞാനം ജ്ഞാനിന തത്വദർശനം. അല്ലേ, നമ്മൾ ഭഗവത്ഗീതയിൽ പഠിക്കുന്ന ശ്ലോകമാണ്. അവിടെയും തദ്വിധി പ്രണിപാതേന എന്ന് പറയുന്നുണ്ട്. അവിടെ പറയുന്നുണ്ട് ഗുരുവിനെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കുന്ന കാര്യം. എന്നിട്ട് ഗുരുവിന് സേവനം ചെയ്യുന്നു, ഗുരുവിനോട് ചോദ്യങ്ങളും ചോദിക്കുന്നു. അതാണ് അതിൻ്റെ രീതി. ഇവിടെ ശൗനകാദി ഋഷികൾ പറയുന്നു, അങ്ങ് ഓ സൂതഗോസ്വാമി അങ്ങ് വളരെയധികം വരിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണ്, സൗമ്യനാണ്. അതേപോലെ തന്നെ അങ്ങ് പൂർണ്ണമായിട്ടും അങ്ങയുടെ ഗുരുവിൽ ആശ്രയിക്കുന്നു, ഗുരുവിൽ ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങയുടെ ഗുരുജനങ്ങൾ അങ്ങയുടെ മുകളിൽ എല്ലാ അനുഗ്രഹങ്ങളും തന്നിട്ടുണ്ട്. അങ്ങ് വളരെ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ് എന്നുള്ളത്. അതുകൊണ്ട് ശൗനകഋഷികൾ പറയുവാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് പറഞ്ഞു തന്നാലും, അങ്ങ് കേട്ടിട്ടുള്ളതും അങ്ങ് പഠിച്ചിട്ടുള്ളതും ഗുരുജനങ്ങളിൽ നിന്ന് കേട്ടിട്ടുള്ളതും പഠിച്ചിട്ടുള്ളതും ഒക്കെ ഞങ്ങൾക്കും പറഞ്ഞു തന്നാലും എന്ന് പറഞ്ഞ് ഇവിടെ അഭ്യർത്ഥിക്കുന്നു, റിക്വസ്റ്റ് ചെയ്യുന്നു. മനോഹരം. ഇത് നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട്. ആക്ച്വലി നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം എന്ന് പറഞ്ഞാൽ ചോദ്യങ്ങൾ ചോദിക്കാനാണ് പോകുന്നത്. ആര്? ശൗനകഋഷികൾ. ചോദ്യങ്ങൾ ചോദിക്കുന്നേക്കാൾ മുമ്പ് ആ വ്യാസാസനത്തിലിരിക്കുന്ന വ്യക്തിയെ സ്തുതിക്കുന്നത് കാണാം. നമ്മൾ പറഞ്ഞു ഈ 3 ശ്ലോകങ്ങളിൽ അദ്ദേഹത്തെ സൂതഗോസ്വാമി സ്തുതിക്കുന്നു, അല്ലേ? അപ്പോൾ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. വരിഷ്ഠരായിട്ടുള്ള ഭക്തരെ സ്തുതിക്കുക എന്ന് പറയുന്നത്, അതായത് ആത്മാർത്ഥതയോടുകൂടി, വെറുതെ എല്ലാവരും സ്തുതിക്കുന്നുണ്ട് ഞാനും ചെയ്യുക എന്നുള്ളതല്ല പറയുന്നത്. ആത്മാർത്ഥതയോടുകൂടി ശരിക്കും അവർക്ക് നല്ല ക്വാളിറ്റീസ് ഉണ്ടാവും. ആ ക്വാളിറ്റീസ് നമ്മൾ ആ സ്തുതിയിൽ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ചാൽ നമ്മുടെ ശുദ്ധീകരണമാണ് നടക്കുന്നത്. ആ വ്യക്തി വരിഷ്ഠനായിട്ടുള്ള വ്യക്തിയാണെങ്കിൽ. പക്ഷെ ഒരു കാര്യം കൂടെ നമ്മൾ നോക്കണം, ആ സ്തുതിയിൽ അവരുടെ ആ മിഥ്യാഹങ്കാരം കൂടുന്ന രീതിയിൽ പറയരുത്. അങ്ങനെ വരിഷ്ഠരായിട്ടുള്ള ഭക്തർക്ക് അങ്ങനെ മിഥ്യാഹങ്കാരം അവരെ ബാധിക്കില്ല. എന്നാലും അല്ലാത്ത ആളുകൾ, അല്ലാതെ ആ ഒരു ലെവലിൽ ചിലപ്പോൾ ഒരുപക്ഷെ എത്താത്തവരും ഉണ്ടാവും. എന്നാലും നല്ല രീതിയിൽ അവർ പരിശീലിക്കുന്ന ആളുകളായിരിക്കും. അപ്പോൾ നമ്മൾ പറയുമ്പോഴും അത് നല്ല രീതിയിൽ അതിനെ പറയണം. അത് വെറുതെ എന്തെങ്കിലും പറയാന്നുള്ളതല്ല, നല്ല രീതിയിൽ അത് പ്രസൻറ്റ് ചെയ്യാൻ നോക്കണം. അപ്പോൾ ഇവിടെ നമ്മൾ ഈ ഒരു ഭാഗത്ത് മാത്രമല്ല, ഇനി മുന്നോട്ട് നമ്മൾ കാണുന്നു, എവിടെയാണോ ക്വസ്റ്റ്യൻസ് ചോദിക്കാൻ പോകുന്നത്. യുധിഷ്ഠിര മഹാരാജാവ് നാരദമുനിയോട് ചോദ്യങ്ങൾ ചോദിക്കാൻ വേണ്ടി തീരുമാനിക്കുമ്പോൾ നാരദമുനിയെ സ്തുതിക്കും ആദ്യം യുധിഷ്ഠിര മഹാരാജാവ്, എന്നിട്ട് ചോദ്യം ചോദിക്കും. ഇനി ശുകദേവ് ഗോസ്വാമിയുടെ പരീക്ഷിത് മഹാരാജാവ് ചോദിക്കുന്ന ചോദ്യങ്ങൾ നമ്മൾ ഇനി മുന്നോട്ട് കാണും. പരീക്ഷിത് മഹാരാജാവ് ആദ്യം ശുകദേവ് ഗോസ്വാമിയെ സ്തുതിക്കും. അത് കുറേ സ്തുതി കഴിഞ്ഞിട്ടാണ് പിന്നെ ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഈ ഒരു ട്രെൻഡ് നമുക്ക് കാണാം. കാര്യം ഇതാണ് വൈഷ്ണവ സദാചാരമാണ്. ഇത് വൈഷ്ണവ സദാചാരത്തിൻ്റെ ഒരു ഭാഗമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. അപ്പോൾ ഭാഗവതത്തിൽ നിന്ന് നോക്കൂ, നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിക്കുന്നു. ഭാഗവതത്തിൽ അതുകൊണ്ടാണ് നമ്മളിത് ശരിക്കും പഠിക്കുമ്പോൾ ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് കഥ മാത്രം കേൾക്കുക എന്നുള്ളതല്ല, അല്ലാതെ അതിൽ ഒരുപാട് ലെസൺസ് ഉണ്ട്. ഇതെല്ലാം നമ്മൾ പഠിക്കുമ്പോൾ ആ സദാചാരങ്ങളൊക്കെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതാണ് ഒരു ഭക്തനെ ഭക്തനാക്കി മാറ്റുന്നത്. അല്ലാതെ കുറേ അറിവ് മാത്രമല്ല, കുറേ കഥ അറിഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് കാര്യമില്ല. ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം സദാചാരമാണ്. വൈഷ്ണവ സദാചാരത്തിൻ്റെ അപ്പുറത്ത് വേറെ ഒന്നുമില്ല. ഒരുപക്ഷെ നമ്മൾ പണ്ഡിതനായിരിക്കും, ഭാഗവതത്തിലെ ശ്ലോകങ്ങൾ 18,000 ശ്ലോകങ്ങൾ അറിയുന്നുണ്ടാവും, ഭഗവത്ഗീതയിലെ എല്ലാ ശ്ലോകങ്ങളും അറിയുന്നുണ്ടാവും, നല്ല ഭംഗിയായിട്ട് ക്ലാസ് എടുക്കുന്നുണ്ടാവും, ഒരുപാട് ശിഷ്യരുണ്ടാവും, അല്ലെങ്കിൽ ഒരുപാട് ശിക്ഷ ഡിസൈപ്പിൾസ്, അല്ലെങ്കിൽ ആയിരക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ടാവും. പക്ഷേ സദാചാരം പ്രോപ്പർ അല്ലെങ്കിൽ മറ്റുള്ളത് എന്തൊക്കെ ഉണ്ടായിട്ടും കാര്യമില്ല. അതായത് ഒരു ഫൗണ്ടേഷൻ ശരിയല്ലാത്ത കെട്ടിടം കെട്ടുന്ന പോലെയാണ്. ഫൗണ്ടേഷൻ ശരിയല്ലെങ്കിൽ മറ്റുള്ളതിന് പ്രസക്തിയില്ല, എന്ന് വേണമെങ്കിൽ തകർന്നു വീഴാം. അതുകൊണ്ട് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് നമ്മളെല്ലാവരും ഇവിടെ ഇരിക്കുന്നവരും വൈഷ്ണവരായിട്ടുള്ള എല്ലാവരും ഏറ്റവും പ്രാധാന്യം കൊടുക്കേണ്ടത് സദാചാരത്തിനാണ്.
വൈഷ്ണവ സദാചാരം, വൈഷ്ണവ എറ്റിക്കേറ്റ് എന്ന് ഇംഗ്ലീഷിൽ പറയും. അതുകൊണ്ട് വൈഷ്ണവ സദാചാരം എന്ന് പറയുന്ന ഒരു ബുക്ക് പോലും ഉണ്ട്. ഒരുപക്ഷെ മലയാളത്തിലും ഉണ്ടാവും അത് തീർച്ചയായിട്ടും. നമ്മൾ ദീക്ഷയ്ക്കൊക്കെ മുമ്പ് പഠിക്കുന്നതായിട്ടുള്ളൊരു പുസ്തകമാണ്. മനോഹരമാണ്, അത് വളരെ ഡീറ്റെയിൽഡാണ്. നമ്മളതെല്ലാം മനസ്സിലാക്കേണ്ട കാര്യമുണ്ട്. എന്നിട്ട് മനസ്സിലാക്കി അത് പതുക്കെ പതുക്കെ ഫോളോ ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് സദാചാരം. കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ, ഗോലോക വൃന്ദാവനത്തിലും വൈകുണ്ഠത്തിലുമുള്ള ആളുകളുടെ ക്വാളിറ്റീസ് ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇവിടെ നമ്മളെ പോലുള്ള ആളുകളല്ല അവിടെ. നമ്മളെങ്ങനെയാണ്, നമുക്ക് എന്തെങ്കിലും ഇഷ്ടപ്പെടാത്ത കേട്ട് കഴിഞ്ഞാൽ തിരിച്ച് എങ്ങനെയെങ്കിലും അതിനെ ജസ്റ്റിഫൈ ചെയ്തുകൊണ്ട് അവർക്ക് അടുത്ത ബാണം വിടും, നമ്മുടെ ഭാഗം ശരിയാക്കാൻ വേണ്ടി, അല്ലേ? അപ്പോൾ മറ്റുള്ളവരെ വേദനിപ്പിക്കുന്നുണ്ടോ വാക്കുകൾ കൊണ്ട്? അനുദ്വേഗകരം വാക്യം സത്യം പ്രിയം ഹിതം ചെയ്യത് സ്വാധ്യായ അഭ്യസനം ചെയ്വ വാങ്മയം തപ ഉച്ചത്തെ. ഇതാണ് ഭഗവാൻ ഭഗവത്ഗീതയിൽ പറയുന്നത്. എങ്ങനെയായിരിക്കണം വാക്കുകളുടെ തപസ്യ എന്താണെന്ന് പറയുന്നു അദ്ദേഹം. അനുദ്വേഗകരം വാക്യം, മറ്റുള്ളവരെ പ്രകോപിപ്പിക്കുന്ന രീതിയിലായിരിക്കരുത് സംസാരം. മറ്റുള്ളവർ നമ്മളെ പ്രകോപിപ്പിച്ചാലും തിരിച്ചവരെ എജിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ നമ്മൾ പറയരുത്. സത്യമായിട്ടുള്ള കാര്യങ്ങളെ പറയാൻ പാടുള്ളൂ. പ്രിയം, സത്യമായിട്ടുള്ളതും ചിലപ്പോൾ പറയുന്നത് അത് പ്രിയം എന്ന് പറഞ്ഞാൽ അത് നല്ല കാര്യം, പ്ലസൻ്റ് ആയിരിക്കണം. സത്യവും പ്രസൻറ്റ് ചെയ്യുന്ന രീതിയും വ്യത്യാസമുണ്ട്. നമ്മൾ നല്ല രീതിയിൽ അതിനെ പ്രസൻറ്റ് ചെയ്യണം. ഇല്ലെങ്കിൽ സത്യം ചിലപ്പോൾ ചില സത്യങ്ങൾ അപ്രിയമായിരിക്കും, പക്ഷേ അത് ഭംഗിയായിട്ട് നമ്മളതിനെ പ്രസൻറ്റ് ചെയ്യാനും അറിയണം. അപ്പോൾ ഇതെല്ലാം ക്വാളിറ്റീസാണ്. സത്യം, പ്രിയം, ഹിതം, മറ്റുള്ളവർക്ക് ഹിതമായിട്ടുള്ള കാര്യങ്ങൾ, ഉപകാരമാവുന്ന കാര്യങ്ങളാണ് പറയേണ്ടത്, എന്തെങ്കിലും പറയാമെന്നുള്ളതല്ല. അപ്പോൾ ഇതൊക്കെ ഒരുപാട് സദാചാരത്തിൻ്റെ ഒരു ഭാഗം മാത്രം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ. ഇപ്പോൾ ചൈതന്യ ചരിതാമൃതവും ഭാഗവതവും ഒക്കെ, ചൈതന്യ ചരിതാമൃതത്തിൽ സദാചാരത്തിൻ്റെ എല്ലാം ഉണ്ട് അതിനകത്ത്. ചൈതന്യ ചരിതാമൃതം അതുകൊണ്ട് വളരെ പ്രധാനപ്പെട്ട പുസ്തകമാണ് നമ്മളെ സംബന്ധിച്ച് എല്ലാവർക്കും. പക്ഷേ എന്തായാലും ഭാഗവതം കഴിഞ്ഞിട്ട് നമുക്ക് അവിടേക്ക് ചിന്തിക്കാം. എന്തായാലും കാര്യം അവിടെ സദാചാരത്തിൻ്റെ എല്ലാ കാര്യങ്ങളും കാണാം. വൈഷ്ണവ സദാചാരം മഹാപ്രഭുവിൻ്റെ പാർഷദർ നമ്മളെ പഠിപ്പിച്ചു തരുന്നുണ്ട് ഭംഗിയായിട്ട്, അതിമനോഹരമായിട്ട്. ചൈതന്യ മഹാപ്രഭു തന്നെ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലൂടെ പറയുന്നു. കൂട്ടത്തിൽ ഗോസ്വാമിമാരും മറ്റുള്ള മഹാപ്രഭുവിൻ്റെ ഭക്തരും പാർഷദരും അവരുടെ സദാചാരവും നമ്മൾ പഠിക്കുന്നു. സനാതൻ ഗോസ്വാമി, രൂപ ഗോസ്വാമിയൊക്കെ ഇതിൽ എന്താ പറയാനില്ല, മാസ്റ്റേഴ്സാണ് സദാചാരത്തിൽ. അപ്പോൾ ഇതൊരു സദാചാരത്തിൻ്റെ ഭാഗമാണ്. വരിഷ്ഠരായിട്ടുള്ള വൈഷ്ണവരെ സ്തുതിക്കുക, അവരെ ബഹുമാനിക്കുക, അവർക്ക് വേണ്ട ആദരവ് കൊടുക്കുക, ചോദിക്കുന്ന ചോദ്യത്തിനും ചോദിക്കുമ്പോഴും അതിനൊരു ആദരവോടുകൂടി ബഹുമാനത്തോടുകൂടി പ്രസൻറ്റ് ചെയ്യുക, പറയുക. അല്ലാതെ എനിക്കെല്ലാം അറിയാം. ചിലപ്പോൾ വേറെ ഒരു കാര്യമുണ്ട്, എനിക്കെല്ലാം അറിയാം, മറ്റുള്ളവരെ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവർക്ക് അറിയുമെന്ന് അറിയാൻ വേണ്ടി ടെസ്റ്റ് ചെയ്യാൻ വേണ്ടി ചോദിക്കും നമ്മൾ. ഇതൊക്കെ തെറ്റായിട്ടുള്ള ഒരു ചിന്താഗതിയാണ് ആക്ച്വലി. വിനയം, സദാചാരം, ഇതൊക്കെ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ്. ഭക്തിയിൽ നമ്മൾ ഇല്ലെങ്കിൽ ഗോലോക വൃന്ദാവനത്തിലേക്ക് എൻട്രി കിട്ടാൻ പോകുന്നില്ല. അത് ഓർത്ത് വയ്ക്കുക. എത്ര നാമം ജപിച്ചിട്ടും കാര്യമില്ല, എത്ര ഭാഗവതം പഠിച്ചിട്ടും കാര്യമില്ല, സദാചാരം ഇല്ലെങ്കിൽ കാര്യം എന്താണെന്ന് വെച്ചാൽ അവിടെ അതേ ഉള്ളൂ. അവിടെ അതിനപ്പുറത്തൊന്നുമില്ല. ആരോട് സംസാരിക്കണം, ആരുടെ ഫീലിങ്സിൽ ബുദ്ധിമുട്ടിക്കുന്ന രീതിയിലല്ല. എല്ലാവരും മ്യൂച്വലി കോപ്പറേറ്റ് ചെയ്തുകൊണ്ട് എല്ലാവരും ഭംഗിയായിട്ടുള്ള, അവിടെ പറയാനില്ല. അങ്ങനെയുള്ളൊരു ലോകമാണ് ആധ്യാത്മിക ലോകം. അപ്പോൾ അവിടേക്ക് പോകണമെങ്കിൽ ആ ക്വാളിറ്റീസൊക്കെ നമുക്ക് വേണം. അപ്പോൾ അതിനെ നമ്മളെ സഹായിക്കും, ശാസ്ത്രങ്ങൾ സഹായിക്കും, തീർച്ചയായിട്ടും നമ്മുടെ സാധന സഹായിക്കും, ശാസ്ത്രങ്ങൾ സഹായിക്കും. അതിനാണല്ലോ നമ്മൾ പഠിക്കുന്നത് ഇതെല്ലാം. അപ്പോൾ ഇവിടെ ആ ഒരു പ്രധാനപ്പെട്ട കാര്യം നമുക്ക് പഠിക്കാൻ സാധിക്കും. ഇവിടെ സ്തുതിക്കുന്ന കൂട്ടത്തിൽ ഒരു കാര്യം കൂടെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അങ്ങേക്കെല്ലാം അറിയാം, കാര്യം അങ്ങയുടെ ഗുരുജനങ്ങളെ പൂർണ്ണമായിട്ടും ആശ്രയിക്കുന്നു, പൂർണ്ണമായിട്ടും അങ്ങ് ശരണം പ്രാപിച്ചിട്ടുണ്ട്, അതുകൊണ്ട് അവരുടെ മഹാകൃപ അങ്ങയുടെ മുകളിലുണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഇതും ഒരു പോയിൻ്റാണ് നമുക്ക് പഠിക്കാനുള്ളത്. എങ്ങനെയാണ് നമുക്ക് മഹാകൃപ കിട്ടുന്നത്? നമ്മളും ഈ ഒരു വഴി അല്ലെങ്കിൽ ഈ ഒരു പാത പിന്തുടരുമ്പോൾ നമ്മുടെ ഗുരുജനങ്ങളെ ആശ്രയിക്കുക, ഗുരുജനങ്ങളുടെ പൂർണ്ണമായിട്ടും നമ്മൾ ശരണം പ്രാപിക്കുക. അപ്പോഴാണ് ഇതെല്ലാം മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പോൾ അവരുടെ ഹൃദയത്തിലുള്ളത് നമുക്ക് തരും. ഇല്ലെങ്കിൽ നമ്മൾ അഹങ്കാരത്തോടു കൂടി നമ്മൾ കുറച്ച് എനിക്കറിയാം, അല്ലെങ്കിൽ ഞാൻ കുറച്ച് ബെറ്ററാണ്, അങ്ങനെയുള്ള ചിന്തയൊക്കെ ഉണ്ടെങ്കിൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ ആ ഒരു സൗമ്യ സ്നിഗ്ധസ്യ എന്നൊക്കെ പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വാളിറ്റീസാണ്. സൂത ഗോസ്വാമിക്കും ഉണ്ട് ഈ ക്വാളിറ്റീസൊക്കെ നമ്മൾ ഓരോരുത്തരിലും വേണം. അതിനു വേണ്ടിയിട്ടാണ് ഭാഗവതത്തിൻ്റെ തുടക്കത്തിൽ തന്നെ ഇതൊക്കെല്ലാം പറയുന്നത്.
സ്നിഗ്ധസ്യം, അതേപോലെ സൗമ്യ എന്ന് പറയുന്ന കാര്യങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ വരുമ്പോൾ ഓട്ടോമാറ്റിക്കലി ജ്ഞാനവും വിജ്ഞാനമൊക്കെ വരും. കാര്യം അതിൻ്റെ തുടക്കമാണ് ഇതെല്ലാം. സദാചാരമാണ് അതിൻ്റെ എല്ലാത്തിൻ്റെയും തുടക്കം. ശീലപ്രഭാത് മനോഹരമായിട്ട് ഭാവാർത്ഥത്തിൽ പറയുന്നുണ്ട്. ആദ്യത്തെ സെൻറ്റൻസ് തന്നെ ഞാനിവിടെ ആരോട്, ജ്ഞാനാംബിക മാതാജിയോട് റിക്വസ്റ്റ് ചെയ്യുന്നു, ആദ്യത്തെ വാചകം മാത്രം വായിച്ചാൽ മതി. ഭാവാർത്ഥത്തിൽ വായിക്കൂ. പ്രഭു ഇപ്പൊ പഠിക്കുന്ന ശ്രാവല്ലേ? ആദ്യം ഏതാ പ്രഭു? സോറി, 8ാമത്തെ ശ്ലോകത്തിന്റെ ഭാവാർത്ഥത്തിലെ ആദ്യത്തെ വരി മാത്രം വായിക്കൂ. ഓക്കെ, ശരി ശരി. പിന്നെ ഭാവാർത്ഥം: ജയശ്രീല പ്രഭുപാദ് കി ജയ്. ആചാര്യനെ ആരാധിക്കണമെന്ന് ഭഗവത്ഗീതയിൽ നിർദ്ദേശിച്ചിരിക്കുന്നു. അല്ല, ഏത് ശ്ലോകത്തിന്റെ വിവർത്തനം വായിക്കുന്നത്, ഭാവാർത്ഥം വായിക്കുന്നത്? 8 ഞാൻ പറയുന്നത്. ഭാവാർത്ഥം: ആത്മീയ ആചാര്യനെ സംതൃപ്തനാക്കി അപ്രകാരം അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ അനുഗ്രഹം നേടുകയാണ് ആത്മീയ ജീവിത വിജയ രഹസ്യം. ഒന്നും കൂടെ കേട്ടു, ഒന്നും കൂടെ വായിക്കൂ. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പോയിന്റ്. ആത്മീയ ആചാര്യനെ സംതൃപ്തനാക്കി അപ്രകാരം അദ്ദേഹത്തിന്റെ അകമഴിഞ്ഞ അനുഗ്രഹം നേടുകയാണ് ആത്മീയ ജീവിത വിജയ രഹസ്യം. യെസ്, താങ്ക് യു. ഇതാണ്, താങ്ക് യു മാതാജി. ആത്മീയ ജീവിതത്തിൻ്റെ സീക്രട്ട് ഓഫ് സക്സസ് ഫോർമുല എന്ന് പറയുന്നത് ഇതാണ്. നമ്മുടെ ആചാര്യന്മാർ, നമ്മുടെ ആത്മീയ ഗുരു, ശിക്ഷാ ഗുരു, അവരെ സന്തോഷിപ്പിക്കുക. എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ്? അവരെന്ത് പറയുന്നോ, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ നമ്മൾ ഫോളോ ചെയ്യുമ്പോൾ അവർക്ക് ഹാപ്പിയാവും, അവർ സന്തോഷമാവും. എന്തിനാണ് നമുക്ക് അവർ പറഞ്ഞു തരുന്നത്? നമ്മൾ അത് ചെയ്ത് കാണാൻ വേണ്ടിയിട്ടാണ് അവർ ചെയ്യുന്നത്. കാര്യം ഭഗവാനെ പ്രതിനിധീകരിക്കുന്നതാണ് ശിക്ഷാ ഗുരുക്കൾ. അപ്പോൾ അവർ പറഞ്ഞു തരുന്നത് നമ്മളെ നല്ല നേർവഴിക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാര്യങ്ങൾ, പറഞ്ഞു തരുന്ന കാര്യങ്ങൾ ആചരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ആചരിച്ച് കാണിക്കുമ്പോൾ അവർക്ക് എത്ര സന്തോഷം ഉണ്ടാവും അല്ലേ? സന്തോഷം ഉണ്ടാവുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അവരുടെ മഹാകൃപ ഉണ്ടാവും. മഹാകൃപ, അനുഗ്രഹം. ഈ അനുഗ്രഹം മതി, ഈ കൃപ മതി. കാര്യം അവരൊരു വാക്ക് ഭഗവാന്റെ മുമ്പിൽ പറഞ്ഞാൽ മതി. ഭഗവാനെ വളരെ ആത്മാർത്ഥയോട് കൂടിയിട്ട് ഈ ഭക്തൻ അല്ലെങ്കിൽ ഭക്ത ആരാണ് അവർ ചെയ്യുന്നുണ്ട്, അവരെ അനുഗ്രഹിച്ചാലും കൂടുതൽ ഭക്തിയുത സേവനങ്ങൾ ചെയ്യുവാനും കൂടുതൽ വൈഷ്ണവ സേവനമൊക്കെ കിട്ടുവാൻ വേണ്ടി അവരെ അനുഗ്രഹിച്ചാലും എന്ന് ഒരു വാക്ക് ഇദ്ദേഹം പറയുവാണെങ്കിൽ, നമ്മുടെ ആധ്യാത്മിക ഗുരു പറയുവാണെങ്കിൽ, പിന്നെ അവിടെ നമുക്ക് വെള്ളച്ചാട്ടം പോലെയാണ് കൃപ നമുക്ക് വരാൻ പോകുന്നത്. വെറുതെ പറയുന്നല്ല, ഒരുപാട് ശക്തിയാണ്. വൈഷ്ണവരുടെ, ശുദ്ധഭക്തരുടെ, ഗുരുവിൻ്റെ, ആചാര്യന്മാരുടെ, വരിഷ്ഠരായിട്ടുള്ള ഭക്തരുടെ അനുഗ്രഹം എന്ന് പറയുന്നത് വളരെ വളരെ പവർഫുള്ളാണ്. എന്നാൽ അത് എങ്ങനെ ലഭിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ അത് വെറുതെ കിട്ടിക്കൊള്ളണമെന്നില്ല. അതിന് നമ്മൾ അവരെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചുകൊണ്ട്, എനിക്കൊന്നും അറിയില്ല, എന്നെ ഹെൽപ്പ് ചെയ്യണം, എന്നെ ഹെൽപ്പ് ചെയ്യൂ, ഞാൻ അങ്ങയെ ആശ്രയിക്കുന്നു എന്ന മനോഭാവത്തോടു കൂടി നമ്മൾ അപ്രോച്ച് ചെയ്യുമ്പോഴേ ഇത് നടക്കുകയുള്ളൂ. അല്ലാതെ എനിക്കറിയാം, കുറേ കാര്യങ്ങൾ എനിക്കറിയാം, കുറച്ചും കൂടെ എനിക്ക് അറിയണമെന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു മെൻറ്റാലിറ്റി ഒന്നും നടക്കില്ല അവിടെ. എനിക്കറിയാം, നമുക്കറിയാം എന്നുള്ളൊരു സംഭവം അതൊരു വിനയത്തിൻ്റെ ഭാഗമല്ല, അത് അഹങ്കാരമാണ്. ആ ഒരു ഭാവത്തോടു കൂടി നമ്മൾ ആചാര്യന്മാരെയും ഗുരുവിനെയും അപ്രോച്ച് ചെയ്താൽ ഒന്നും നടക്കാൻ പോകുന്നില്ല. അപ്പോൾ അവരുടെ മഹാകൃപയ്ക്ക് നമ്മൾ വിനയത്തോടു കൂടി തദ്വിധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ അവിടെ പറയുന്നു. പിന്നെ സനാതൻ ഗോസ്വാമി, രൂപഗോസ്വാമി ആദ്യം മഹാപ്രഭുവിനെ കാണുമ്പോൾ ആ ഒരു സെക്ഷൻ വായിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ രോമാഞ്ചം വരും. വെറുതെ പറയുന്നല്ല. ആ സമയം അവിടെ ചോദിക്കുന്നതാണ് സനാതൻ ഗോസ്വാമി, കെ ആമി, അതായത് ഞാൻ ആരാണ്, ഞാൻ എവിടെ നിന്ന് വന്നു, ഞാൻ എന്ത് ചെയ്യേണ്ടത്, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യം, ഇത് ചോദിക്കുന്ന ആരാണ്? സനാതൻ ഗോസ്വാമി. ആരോട് ചോദിക്കുന്നു? മഹാപ്രഭുവിനോട്. അപ്പോൾ മഹാപ്രഭു, അങ്ങനെ കുറച്ച് ശ്ലോകങ്ങളുണ്ട് അവിടെ. അത് കഴിഞ്ഞ് മഹാപ്രഭു പറയുന്നു, സനാതൻ അങ്ങയുടെ വിനയം, സനാതൻ രൂപഗോസ്വാമിയോടും പറയുന്നു, നിങ്ങളുടെ വിനയം എന്നെ ഒരുപാട്, ആ വിനയം കൂടിയിട്ട് എന്നെ ഒരുപാട്, അത് എൻ്റെ ഹൃദയത്തിലൊരു വേദന ഉണ്ടാക്കുന്നു. അതുകൊണ്ട് ഇനി മതി, ദയവ് ചെയ്ത്
മഹാപ്രഭു അത് സ്നേഹത്തോട് മഹാപ്രഭു സന്തോഷത്തോടു കൂടി പറയുവാണ് അവരുടെ ആ ഒരു ക്വാളിറ്റീസ് കണ്ടപ്പോൾ. അവരുടെ ഒരു ക്വാളിറ്റീസ് കാണുമ്പോൾ പറയുന്നതാണ്. അപ്പോൾ ഇത്രയും അറിവുള്ള ശ്രേഷ്ഠനായിട്ടുള്ള വരിഷ്ഠനായിട്ടുള്ള സനാതൻ ഗോസ്വാമി പറയുന്നു, ഞാൻ ആരാണ്, എനിക്കറിയില്ല, ഞാൻ എവിടെ നിന്നു, എന്താണ് എൻ്റെ ജീവിതത്തിൻ്റെ ലക്ഷ്യമെന്ന് ചോദിക്കുന്നു. അപ്പോൾ സനാതൻ ഗോസ്വാമി ഒന്ന് ആലോചിച്ച് നോക്കൂ. ഇങ്ങനെയായിരിക്കണം, ഇതാണ് മെത്തഡ് ഗുരുവിനെ ആശ്രയിക്കുമ്പോൾ. എല്ലാം അറിയാം. അഹങ്കാരം, ആ ഈഗോ എന്ന് പറയുന്നത് ഉണ്ടെങ്കിൽ നമ്മൾ പ്രോഗ്രസ് ചെയ്യില്ല ഭക്തിയിൽ. ഓർത്ത് വയ്ക്കുക. ചിലപ്പോൾ നമ്മൾ ഭൗതിക തലത്തിൽ ഒരുപാട് ക്വാളിറ്റീസ് ഉള്ള ആളുകളായിരിക്കും. വലിയ PhD ഉണ്ടാവും, വലിയ എഞ്ചിനീയർ ആയിരിക്കും, ഡോക്ടറായിരിക്കും, നല്ല കോളേജിൽ പഠിച്ചിട്ടുള്ളവരായിരിക്കും, അല്ലെങ്കിൽ എന്തെങ്കിലും അങ്ങനെയുള്ള. അതൊന്നും ഇവിടെ ഫാക്ടറേ അല്ല, അതൊന്നും ഇവിടെ ഒരു വിഷയമേ അല്ല. അതിനൊന്നും ഒരു പ്രസക്തിയില്ല ഗുരുവിന് മുമ്പിൽ. അത് ഓർക്കുക. അപ്പോൾ ഗുരുവിൻ്റെ അനുഗ്രഹം വളരെ വളരെ അത്യാവശ്യമാണ്. ഇതാണ് സീക്രട്ട് ഫോർമുല, ഇതാണ് സക്സസ് ഉണ്ടാക്കുന്ന കാര്യം. ഇവിടെ ശീല പ്രഭുപാദ് വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂറിൻ്റെ ആ ശ്ലോകം, നമ്മുടെ ഗുരുവാഷ്ടകത്തിലെ ശ്ലോകം ഇവിടെ കോട്ട് ചെയ്തുകൊണ്ട് പറയുന്നു, ഗുരുവിനെ എത്രമാത്രം നമ്മൾ ആശ്രയിക്കണം എന്നുള്ളത്. യസ്യ പ്രസാദാത് ഭഗവത് പ്രസാദോ യസ്യ ആ പ്രസാദ ന ഗതി കുതോപി. എന്താ പറയുന്നത് ശീല വിശ്വനാഥ് ചക്രവർത്തി ഠാക്കൂർ ഗുരുവാഷ്ടകത്തിൽ? അതായത് ഗുരുവിനെ സന്തോഷിപ്പിക്കുകയാണെങ്കിൽ ഭഗവാനും സന്തോഷമാവും. ഗുരുവിനെ പ്രീതിപ്പെടുത്തുന്നതിലൂടെ ഭഗവാൻ പ്രീതിപ്പെടുന്നു. എന്നാൽ ഗുരുവിനെ പ്രീതിപ്പെട്ടില്ലെങ്കിൽ ഭഗവാനും പ്രീതിപ്പെടില്ല എന്നാണ് പറയുന്നത്. അതുപോലെ സദ്ഗതിയും ഉണ്ടാവാൻ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ ഗുരുവിനെ പ്രീതിപ്പെടുത്തുക എന്ന് പറയുന്നത് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുകൊണ്ട് പ്രഭുപാദ് ഇവിടെ അടിവരയിട്ട് പറയുന്നുണ്ട്, ഒരു ഡിസൈപ്പിൾ അല്ലെങ്കിൽ ഒരു ശിഷ്യൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ അധികം ഒബീഡിയൻ്റ് ആയിരിക്കണം, വളരെയധികം വിനയത്തോടു കൂടി പൂർണ്ണമായിട്ടും ഗുരുവിനോട് ആ അനുസരണാശീലവും അല്ലെങ്കിൽ അദ്ദേഹത്തെ പൂർണ്ണമായിട്ടും ശരണം പ്രാപിക്കണം. ഇതാണ് ഒരു ശിഷ്യനെ സംബന്ധിച്ച് ശിഷ്യൻ ചെയ്യേണ്ടത്. എന്നിട്ട് പ്രഭുപാദ് പറയുന്നു, ശീലസൂത ഗോസ്വാമിക്ക് എല്ലാവിധ ക്വാളിഫിക്കേഷൻസും ഉണ്ട്. അദ്ദേഹം പെർഫെക്റ്റ് ആയിട്ടുള്ള, അദ്ദേഹം ശുഗദേവ് ഗോസ്വാമിയുടെ ശിഷ്യനാണ്. അപ്പോൾ ശിഷ്യനാവാനുള്ള എല്ലാ ക്വാളിറ്റീസും സൂത ഗോസ്വാമിക്കുണ്ട്. ഇനി അത് ക്വാളിറ്റീസ് ഉള്ളത് കൊണ്ട് അദ്ദേഹം വ്യാസാസനത്തിലിരിക്കുന്നു. ഇനി അത് മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. അതാണ് ഇതെല്ലാം നമ്മളെ പഠിപ്പിക്കുന്നു. അപ്പോൾ സൂത ഗോസ്വാമി വളരെ വരിഷ്ഠനായിട്ടുള്ളൊരു ഭക്തനാണ്, ആചാര്യനാണ്. ആ വ്യാസാസനത്തിലിരുന്ന് ഭാഗവതം പറയാൻ പൂർണ്ണമായിട്ടും യോഗ്യതയുള്ള വ്യക്തി തന്നെയാണ് എന്നുള്ളത് നമുക്കിതിൽ നിന്ന് മനസ്സിലാക്കാം. അതേപോലെ തന്നെ അവിടെ കേൾക്കാനിരിക്കുന്ന ആളുകൾ, ശൗനകാദ ഋഷികളും, അവർക്കും ക്വാളിഫിക്കേഷനുണ്ട്. അവരും വരിഷ്ഠരായിട്ടുള്ളവരാണ്. അതുകൊണ്ടാണ് അവർക്ക് ഭാഗവതം കേൾക്കുവാനും ഭഗവാനെക്കുറിച്ച് കേൾക്കുവാനും ഇത്രയും ആകാംക്ഷ. മാത്രമല്ല അവർ സൂത ഗോസ്വാമിയെ പൂർണ്ണമായിട്ടും മനസ്സിലാക്കിക്കൊണ്ട് അദ്ദേഹത്തെ സ്തുതിച്ചുകൊണ്ട് അദ്ദേഹത്തെ റെസ്പെക്റ്റ് ചെയ്തുകൊണ്ടാണ് ചോദ്യങ്ങൾ ഇനി ചോദിക്കാൻ പോകുന്നതും ബാക്കി അതിനുള്ള ഉത്തരങ്ങൾ സൂത ഗോസ്വാമി പറയുന്നതൊക്കെ നമുക്ക് ഇനി മുന്നോട്ട് കാണാം. ഭഗവാന്റെ കൃപയുണ്ടെങ്കിൽ 9ാമത്തെ ശ്ലോകം മുതൽ നമുക്ക് നാളെ പഠിക്കാം. താങ്ക് യു. ഗ്രന്ഥരാജ് ശ്രീമദ് ഭാഗവതം കി ജായ്. ജഗദ്ഗുരു ശീലാ പ്രഭുപാദ് കി ജായ്. ഗൗഡിയ ഗുരുവൃന്ദ കി ജായ്. ശ്രീ സച്ചിനന്ദൻ ശ്രീ ഗൗരഹരി की जय. श्री नित्यानंद राम की जय. श्री वृंदावन धाम की जय. जय जय श्री राधे श्याम. हरे कृष्ण. थैंक यू. ഇന്നലത്തെ ക്ലാസ്സിന്റെ റെക്കോർഡ് ചെയ്തിട്ടുണ്ട്. എനിക്ക് വയ്യാത്താരണം കയറാൻ പറ്റില്ല. ഷുവർ അയക്കാം. അപ്പൊ എന്ത് ചെയ്യും? തരുമോ? റെക്കോർഡിംഗ് വരും. ഹലോ പ്രഭുജി, വേദവിധാം ശ്രേഷ്ഠ നടത്തുന്നോ? ഹരേ കൃഷ്ണ. സോറി, ഹരേ കൃഷ്ണ പ്രഭു. ഞാൻ ഹരേ കൃഷ്ണ പ്രഭുജി. മുരളി പ്രഭു ഒരു മിനിറ്റ്. ചോദ്യം മുരളി പ്രഭു ചോദ്യം എന്തോ ചോദിക്കുന്നുണ്ട്. പറയൂ പ്രഭു. വേദവിധാം ശ്രേഷ്ഠ നടത്തുന്നതാണ്, അതിന്റെ മീനിങ് എന്താണ്? നമ്മൾ ഡിസ്കസ് കേട്ടിരുന്നു പ്രഭു? ഏതാ നമ്മൾ ചർച്ച ചെയ്ത് കേട്ടിരുന്നോ ചോദിക്കുക. കേട്ടിരുന്നോ? അത് ഒന്നും ക്ലിയർ ആയില്ല, അതാണ്. ഓക്കെ. വേദവിധ ശ്രേഷ്ഠ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേദങ്ങൾ നല്ലോണം അറിയുന്ന വ്യക്തി, ശ്രേഷ്ഠൻ.
വേദങ്ങൾ അറിയുന്ന വേദങ്ങളിൽ ശ്രേഷ്ഠനായ ശ്രേഷ്ഠനായിട്ടുള്ള വ്യക്തി, അതായത് എല്ലാം അറിയാം, സ്കോളർ ആയിട്ടുള്ള വ്യക്തി. സ്കോളർ മാത്രമല്ല, അതിൻ്റെ ഒപ്പം തന്നെ അത് മനസ്സിലാക്കി അതിൻ്റെ ആ അറിവ് മാത്രമല്ല, ആ തിരിച്ചറിവും കൂടെയുള്ള വ്യക്തി, ജ്ഞാനം മാത്രമല്ല വിജ്ഞാനമുള്ള വ്യക്തി. ഇനി വേദവിധാം ശ്രേഷ്ഠ. ഇനി എന്താണ് പറയൂ. യെസ്, വേറെ എന്തെങ്കിലും? ഓക്കെ. പ്രഭുജി, ഈ സ്നിഗ്ധസ്യ ശിക്ഷസ്യ എന്നുള്ളത് ഓക്കെ. സ്നിഗ്ധസ്യ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാം പറഞ്ഞു പൂർണ്ണമായിട്ടും ഗുരുവിനെ അദ്ദേഹം ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തി, ആശ്രയിക്കുന്നു, ശരണം പ്രാപിച്ചിട്ടുള്ള, പൂർണ്ണമായി ഗുരുവിനെ ആശ്രയിക്കുന്നതാണ്. ആശ്രയവും പൂർണ്ണമായിട്ടും ശരണം പ്രാപിച്ചിട്ടുള്ള വ്യക്തി. അങ്ങനെയുള്ളവർക്കാണ് ഗുരുവിന്റെ അനുഗ്രഹം വരുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് അപ്പൊ ഈ ഗോസ്വാമി ഓപ്പോസിറ്റ് എന്തോന്നാണ്? യു. ഇന്നലെ പറഞ്ഞതല്ലേ അത്, ഗോദാസ. ഹരേ കൃഷ്ണ. ഓക്കെ. വേറെ ആർക്കെങ്കിലും എന്തെങ്കിലും ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കൂ. അല്ല, സൂതഗോസ്വാമിയുടെ പിന്നെ ഗുണങ്ങളല്ലേ പ്രഭു ഈ 5 കാര്യവും? സൂതഗോസ്വാമിയുടെ ഗുണങ്ങളല്ലേ? ഇപ്പൊ നമ്മളിതെല്ലാം ഡിസ്കസ് ചെയ്ത് നമ്മൾ ഇത്രയും നേരം ചർച്ച ചെയ്ത എന്താണ് പിന്നെ കൃഷ്ണ? തീർച്ചയായിട്ടും 6, 7, 8 3 ശ്ലോകങ്ങളിൽ സൂതഗോസ്വാമിയുടെ ഗുണങ്ങളാണ് പറയുന്നത്, ക്വാളിറ്റീസ് ആണ് പറയുന്നത്. ഓക്കെ. അനഘ അതീതാനി ആഖ്യാതാനി വേദവിധാം ശ്രേഷ്ഠ സൗമ്യ സ്നിഗ്ധസ്യ, 5 കാര്യങ്ങൾ. ഓക്കെ. വേറെ സംശയമൊന്നുമില്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. പ്രഭു. ഹരേ കൃഷ്ണ പ്രഭുജി. താങ്ക് യു പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭു. ഹരേ കൃഷ്ണ. ഹരിനാമ സംഗീതം കൃഷ്ണ മഹാമന്ത്രം ശില പ്രഭു സ്വാമിക്ക് ജയ്. ഹരേ കൃഷ്ണ. നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ.